ഇന്ന് നമുക്ക് കർത്താവിന്റെ വചനത്തിലേക്ക് പ്രവേശിക്കാം. As we step into the God's word this morning, അതിനായി ആധാരമായിട്ട് നമുക്ക് റോമർക്ക് എഴുതിയ ലേഖനം 12-ാം അധ്യായത്തിന്റെ 12 മുതൽ 14 വരെയുള്ള ഭാഗങ്ങൾ വായിക്കാം. we shall read from Romans chapter 12 verse 12 to 14. ദൈവം നിങ്ങൾക്കായി ആസൂത്രണം ചെയ്തിരിക്കുന്ന എല്ലാറ്റിലും സന്തോഷിക്കുക, കഷ്ടതകളിൽ ക്ഷമയുള്ളവരായിരിക്കുക, എപ്പോഴും പ്രാർത്ഥനാപൂർവം പ്രവർത്തിക്കുക. ദൈവമക്കൾക്ക് ആവശ്യക്കാരുണ്ടാകുമ്പോൾ അവരെ സഹായിക്കേണ്ടത് നിങ്ങളാണ്. അതിഥികളെ അത്താഴത്തിനോ താമസ സൗകര്യം ആവശ്യമുണ്ടെങ്കിൽ രാത്രിയിലോ ക്ഷണിക്കുന്ന ശീലം വളർത്തിയെടുക്കുക. നിങ്ങൾ ഒരു ക്രിസ്ത്യാനി ആയതിനാൽ ആരെങ്കിലും നിങ്ങളോട് മോശമായി പെരുമാറിയാൽ അവനെ ശപിക്കരുത്, ദൈവം അവനെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുക. നല്ല ഒരു ഉപദേശമാണ് ഇന്ന് രാവിലെ നമുക്ക് കിട്ടുന്നത്. We are getting some good advice this morning. Glory to God. Hallelujah. Hallelujah. കുറേ കാര്യങ്ങൾ നമുക്ക് ഇഷ്ടപ്പെടുന്ന അതിനകത്ത് പറഞ്ഞതൊക്കെ. Some things mentioned here are things we like. നല്ല ഞാൻ ഇന്ന് സംസാരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത് അതിന്റെ ആദ്യ ഭാഗങ്ങളിൽ നിന്നാണ്. I would like to speak from the beginning of this verse. ആശയിൽ സന്തോഷിക്കുവിൻ, കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ. Rejoice in tribulation and be patient in suffering. ആശയിൽ സന്തോഷിക്കുവിൻ, Rejoice in hope and patient in tribulation. കഷ്ടതയിൽ സഹിഷ്ണുത കാണിക്കുവിൻ. And be patient in tribulation. മറ്റൊരു വേർഷൻ ഇംഗ്ലീഷ് ബൈബിൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ അത് ദി ലിവിംഗ് ബൈബിൾ എന്നാണ് ആ വേർഷന്റെ പേര്. അതിൽ എഴുതിയിരിക്കുന്ന ആദ്യത്തെ ഭാഗം, ബി ഗ്ലാഡ് ഫോർ ഓൾ ഗോഡ് ഈസ് പ്ലാനിങ് ഫോർ യു. ദൈവം നിനക്കായി കരുതി വെച്ചിരിക്കുന്ന എല്ലാത്തിലും സന്തോഷിക്കുക. This is another version that says, be glad for all God is planning for you. ആമേൻ, ഹല്ലേലൂയ. ഈസി ഇംഗ്ലീഷ് എന്ന് പറഞ്ഞ മറ്റൊരു വേർഷൻ ഉണ്ട്, ലളിതമായിട്ട് മനസ്സിലാക്കാൻ വേണ്ടി. അവിടെ എഴുതിയിരിക്കുന്ന ബി ഹാപ്പി ബിക്കോസ് യു ക്യാൻ ട്രസ്റ്റ് ഗോഡ് ടു ഡു വാട്ട് ഹി സേസ്. ദൈവം പറയുന്ന കാര്യങ്ങൾ ചെയ്യുമെന്ന് വിശ്വസിച്ചുകൊണ്ട് സന്തോഷത്തോടെ ഇരിക്കുക. എന്നിട്ടൊരു സന്തോഷമില്ല. Still we don't have any joy. എന്താ പറയുന്നത്? Be glad for all God is planning for you. ദൈവം എന്തൊക്കെയാണ് ഒരുക്കി വെച്ചിരിക്കുന്നത് നമുക്കറിയാം. 1 കൊരിന്ത്യർ 2:9 പറയുന്നത്, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു ഹൃദയം അറിയുന്നില്ല. അതങ്ങോട്ട് മനസ്സിൽ വിചാരിച്ചുകൊണ്ട് be glad for all God is planning for you. ദൈവം നിനക്ക് വേണ്ടി എന്തൊക്കെയാണ് ഒരുക്കിയിരിക്കുന്നത്, ദൈവത്തിന്റെ പ്ലാൻ എന്തൊക്കെയാണ്, അത് ഓർത്തങ്ങ് കർത്താവിൽ സന്തോഷിക്കുക. Whatever God is planning for you, think about those things and be glad. രണ്ടാമത്തെ ഭാഗം പറയുന്ന be patient when you have troubles. കഷ്ടതകൾ വരുമ്പോൾ, പ്രയാസങ്ങൾ വരുമ്പോൾ സന്തോഷിച്ചോളൂ. The second portion says, be patient when you have trouble. ചില എളുപ്പമുള്ള കാര്യമാണോ? It's not easy. എൻ്റെ അടുത്തൊരു വാക്ക് പറയുന്നത് always pray, എപ്പോഴും പ്രാർത്ഥിക്കുക. And the next verse says, pray always. പ്രാർത്ഥനയിൽ ഉറ്റിരിപ്പാനാ പറയുന്നത്, എപ്പോഴും പ്രാർത്ഥിക്കുക. Which means be prayerful all the time. രാവിലെ ആയിരിക്കുന്നിടത്ത് കൈ ഒന്ന് ഉയർത്തുക. ദൈവം തരുന്ന വാക്കുകൾക്കായി, വചനങ്ങൾക്കായിട്ട് എല്ലാം ഒന്ന് Let's lift our hands and praise God for the word. Hallelujah. Let's give glory to God for the word. ദൈവം തന്റെ ജനത്തിനായി എന്തൊക്കെയോ ചെയ്യുവാൻ പ്ലാനും പദ്ധതികളും ഇട്ടിട്ടുണ്ട്. God is planning to do something for his people in the month of June. കർത്താവ് ചെയ്തു തുടങ്ങിയിരിക്കുകയാണ്, അത് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കർത്താവിന്റെ വാക്ക് മാറ്റത്തില്ല. കർത്താവ് ഒരു കാര്യം പറഞ്ഞാൽ അവൻ അത് പൂർത്തീകരിക്കുക തന്നെ ചെയ്യും. God has started doing something, he will not change his word, he will surely complete it. അവനെ വിശ്വസിക്കുക. Trust him. കർത്താവിനെ വിശ്വസിക്കുക, ആശ്രയിക്കുക. Trust him and depend on him. Because God has something special for you. എന്തോ ദൈവം, ഞാൻ ഓരോ വ്യക്തികളെ നോക്കി പറയുകയാണ്, എനിക്ക് എല്ലാവരും വ്യക്തിപരമായിട്ട് അറിയാവുന്നതുകൊണ്ട് പറയുകയാണ്, നിങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി ദൈവം എന്തോ സ്പെഷ്യൽ ആയിട്ട് കരുതി വെച്ചിരിക്കുന്നു. I want to look at each one of you individually and say that God is preparing something special for you. ഞാൻ ഇന്നലെ രാത്രിയിലൊക്കെ വിചാരിച്ചു, കർത്താവേ ഈ സന്ദേശം പറയുമ്പോൾ ആരെങ്കിലും പുതിയതായിട്ട് ഒരാൾ ഇത് കേൾക്കണം.
Yesterday I had this desire that I should deliver this message. അൻസനെ ഇവിടെ വിട്ടത് മാരാമൺകാരനാണ്. അൻസനെ വിട്ടിരിക്കുന്നത് God has something special for you. നിന്നെ നടത്തി വലുതാക്കുവാൻ ആഗ്രഹിക്കുന്നവനാണ് കർത്താവ്. God has greater plans to make you grow and take you to the next level. ആമേൻ. അവിടെ എന്തുകൊണ്ട് കഷ്ടതയുണ്ട്, കഷ്ടമുണ്ട്, പ്രയാസങ്ങളുണ്ട്. പക്ഷെ അതിനകത്ത് എന്തോ വേണം? Be patient. There is trouble and tribulation, and be patient. Hallelujah. Hallelujah. ഞാൻ എനിക്ക് എപ്പോഴും ഇഷ്ടമുള്ള ഒരു മനുഷ്യനാണ്. പല ആൾക്കാരെ വേദപുസ്തകത്തിൽ ഇഷ്ടമാണെങ്കിലും ഞാൻ ജോസഫിനെ കുറിച്ച് കൂടുതൽ സംസാരിക്കാറുണ്ട്. Joseph is one of my favorite persons in the Bible. 17-ാം വയസ്സിൽ ജോസഫ് ഒരു സ്വപ്നം കണ്ടു. At the age of 17 he had a dream. കാര്യം അവൻ മറ്റുള്ള 11 സഹോദരന്മാരെക്കാളും വ്യത്യസ്തനാണ്. അവൻ സ്വപ്നം കാണും. He was different from all other brothers because he was a dreamer. And he was a unique person. അവനെ പോലെ വേറെ ആരുമില്ല. അത്രയ്ക്ക് മേൽത്തരമായ മേന്മയുള്ള ഒരു കുഞ്ഞായിരുന്നു അവൻ. He had a spirit of excellence and he was very unique. ആമേൻ. ജെനസിസ് 41-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുമ്പോൾ അതിന്റെ 38-ാമത്തെ വാക്യമൊക്കെ വായിക്കുമ്പോൾ ഫറോ പോലും പറഞ്ഞു ഇവൻ വ്യത്യസ്തമായ ആത്മാവുള്ളവനാണ്. ഫറോയുടെ കോംപ്ലിമെന്റ്. Even in Genesis 41:38 even Pharaoh says this is a man of a different spirit. And he is different. And he is special. അവൻ പ്രത്യേകതയുള്ളവനാണ്, അവൻ വ്യത്യസ്തനാണ്. He is different and he is special. പോത്തിഫറും അവനിൽ കണ്ടു എന്തോ വ്യത്യസ്തമായതൊന്ന് അവനിൽ ഉണ്ടായിരുന്നു. Even Potiphar noticed something special about Joseph. അതുകൊണ്ട് പോത്തിഫർ അവനെ ധൈര്യമായിട്ടല്ല ഏൽപ്പിച്ചു. And that is why confidently Potiphar gave his whole household in charge. സ്വന്തം അപ്പൻ, his own father, സ്വന്തം അപ്പനും അവനെ വ്യത്യസ്തനായിട്ടാണ് കണ്ടത്. Even his own father noticed that he is special. അവൻ സ്പെഷ്യൽ ആയിട്ട് കണ്ടതുകൊണ്ടാണ് പലവർണ്ണ കുപ്പായം, coat with many colors, അല്ലേ, many color coat അവന് നൽകിയത്. And that is why his father gifted him a coat of many colors. ആമേൻ. ഹല്ലേലൂയ. അതുകൊണ്ട് ഞാൻ ഓരോരുത്തരെ നോക്കിയിട്ട് പറയുകയാണ്, നിന്റെ കുപ്പായം മാറേണ്ട ദിവസമായിരിക്കുകയാണ്. I want to look at each one of you and say, and you are special for him. കർത്താവിന് നീ പ്രത്യേകതയുള്ളവനാ, വ്യത്യസ്തനാകുന്നു. It's time your coat changes because you're special for the Lord. ഇപ്പോ അത് വെളിപ്പെട്ട് വരട്ടെ. ഈ ജൂൺ മാസത്തിന്റെ ഈ ദിവസങ്ങളിൽ നിന്റെ ജീവിതത്തിൽ ആ സീസൺ മാറുന്നത് നീ കണ്ടു തുടങ്ങുക. May you begin to witness the season changing in this month of June. സ്വന്തം പിതാവ് പലവർണ്ണ കുപ്പായം നൽകിയെന്ന്. Even his own father gave him a coat of many രാജാക്കന്മാരുടെ colors. പുസ്തകം വായിക്കുമ്പോൾ 2 രാജാക്കന്മാരൊക്കെ വായിക്കുന്നു. അതിനകത്ത് കാണുന്നത് രാജാവിന്റെ മക്കൾക്കേ ഉള്ളൂ ഈ കളറുള്ള കുപ്പായം. വേറെ ആർക്കും ഇടാനൊക്കത്തില്ല. Usually only the prince and the princesses wear coats of many colors. ഇതിനകത്ത് ഏതെങ്കിലും രാജാവിന്റെ മക്കളുണ്ടെങ്കിൽ ഒക്കെ സ്തോത്രം പറഞ്ഞോടാം. നിന്റെ മേൽ നിനക്ക് പല വർണ്ണങ്ങളിലുള്ള സ്വർഗീയമായ അഭിഷേകത്തിന്റെ കുപ്പായം നിന്നെ ഇടിപ്പിച്ചിരിക്കുകയാണ്. God has clothed you with coat of many colors. സ്തോത്രം പറയണം. കർത്താവേ, കണ്ണുകൊണ്ടത് കാണുന്നില്ലെങ്കിൽ ആത്മാവിൽ തിരിച്ചറിയുന്നു. I have coat of many colors. I have that coat. എന്റെ കയ്യിൽ ആ കുപ്പായം കിട്ടിയതിനായി നന്ദി. I am declaring by faith that I have that coat of many colors and begin to praise God for that. അസാധാരണമായ ദൈവത്തിന്റെ പ്രവൃത്തിയിലേക്ക് കാലെടുത്തു വെച്ച് കയറണം. Step into the supernatural work of the Lord. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ. 11-ാമത്തെ മോനാ ജോസഫ്. Joseph was 11th son of Jacob. നോർമലി എല്ലാ വീട്ടിലും ആദ്യത്തെ മോനാണ് നല്ല ഉടുപ്പ് കൊടുക്കുന്നത്. Usually the firstborn gets the best clothes. അവന് ചെറുതാകുമ്പോഴാണ് അടുത്തതിന് എടുത്തു കൊടുക്കുന്നത്. When that becomes small, it's passed on to the next one. 12 പിള്ളേരെ, പിന്നെ ഒന്ന് പെങ്കൊച്ചായതുകൊണ്ട് അവർക്ക് ചേർത്തില്ല. എന്നാലും കൊച്ചിലത്തെയൊക്കെ അവക്കും കൊടുക്കാം. അപ്പൊ ഈ റൂബൻ ഇട്ടത് മാത്രമേ ബാക്കി എല്ലാവർക്കും കിട്ടാവൂ വകുപ്പ് അനുസരിച്ച്. So according to custom, only what Reuben wears should get passed on to the 11 നോക്കി നിൽക്കുമ്പോ ഇവന് coat with many colors, പലവർണ്ണ കുപ്പായം അപ്പൻ കൊടുക്കുന്നതിന്റെ കാര്യം അപ്പനും ഇവനോടൊരു പ്രത്യേകതയുണ്ടായിരുന്നു. And while the 11 were standing ahead of him, if father gives him a coat of many colors, even he found something special in the son. അസാധാരണമായ ഒരു ഫേവർ, ഒരു ഡിസ്റ്റിങ്ഷൻ. ആമേൻ. ഹല്ലേലൂയ. ബാക്കിയുള്ളവർക്കുള്ളതല്ല. ഈ മാസം നീ വിശ്വസിക്കുകയാണെങ്കിൽ ഏറ്റെടുത്ത് പിടിച്ചോണം. അസാധാരണമായിരിക്കുന്ന ദൈവ പ്രവൃത്തിക്ക് വേണ്ടി നീ നിന്നെ തന്നെ കർത്താവിന് സമർപ്പിക്കുക. കാരണം നീ വ്യത്യസ്തനാണ്. You are different and therefore surrender yourself to a supernatural, extraordinary work of the Lord. ഈ സഭയുടെ മേൽ ഈ ജൂൺ മാസത്തിൽ ഞാൻ അങ്ങനെ കണ്ടു പറയുകയാണ്. ഈ സഭയുടെ മേൽ ഈ പുതിയ മാസത്തിൽ പുതിയ കൃപാവരങ്ങൾ, പുത്തൻ അഭിഷേകം, പുതിയ നന്മകൾ യേശുവിന്റെ നാമത്തിൽ ഒഴുകട്ടെ.
അത് പകരപ്പെടട്ടെ. യേശുവിൻ നാമത്തിൽ ഒരു പകർച്ച പോലെ സംഭവിക്കട്ടെ. Let there be an impartation of new gifts of grace. Hallelujah. Hallelujah. And he was special and different. Amen. Hallelujah. അവൻ വ്യത്യസ്തനായിരുന്നു. He was different പ്രത്യേകതയുള്ളവനായിരുന്നു. and special. കാരണം എന്താണെന്ന് അറിയോ? You know why? അവൻ ദൈവത്തിന്റെ സ്വപ്നം കയ്യിലുള്ളവനാ. He had a dream of God. വ്യത്യസ്തനായ വേറെ ആർക്കും ഇല്ലാത്തത് നിന്റെ മേൽ ആ വ്യത്യസ്തത വന്നിട്ടുണ്ടെങ്കിൽ നീ മനസ്സിലാക്കിക്കണം, സ്വർഗീയമായിരിക്കുന്ന എന്തോ ചലനങ്ങൾ നിന്റെ മേൽ സംഭവിക്കാൻ പോകുകയാണ്. പരിശുദ്ധാത്മാവ് നിന്നെ അതിലേക്ക് എടുത്തോണ്ട് പോകുകയാണ്. Holy Spirit is leading you into something special from God. വേറെ ആർക്കും ഇല്ലാത്ത സ്വപ്നം നിന്റെ അകത്ത് വന്നിട്ടുണ്ടെങ്കിൽ നീ ചലിച്ചു തുടങ്ങിക്കോണം. If there is a dream that you have which no one else has, it's time to get moving. വേറെ ആർക്കും ഇല്ലെന്ന് വിചാരിച്ചുകൊണ്ട് നമുക്ക് മനസ്സിലാകാതിരിക്കരുത്. ആർക്കും ഇല്ലാത്തത് 12 പിള്ളേര് 11 ഇല്ലാത്തത് പ്രത്യേകത അവന്റെ മേൽ കൊടുത്തിട്ടുണ്ടെങ്കിൽ നീ ഹല്ലേലൂയ വിശ്വസിച്ചോണം. നിന്റെ കൂട്ടത്തിൽ ആർക്കും ഇല്ലെങ്കിൽ കർത്താവ് നിന്നെ സ്പർശിച്ചിരിക്കുകയാണ്. ഈ മാസം നിന്റെ മേൽ ഒരു പുതിയ അഭിഷേകം ഒഴുകട്ടെ. When the 11 children did not have this, if this is upon you, there is a special anointing that's coming upon you. കർത്താവ് നിന്റെ അകത്ത് അത് പകർന്നിരിക്കുക. നീ അതിനെ പുറത്തോട്ട് ഒഴുകിക്കണം. The Lord has imparted it in you. Let it flow out of you. Listen to me. Being special and being different, is it a good thing? ഒരു നല്ല കാര്യമാണോ? വ്യത്യസ്തനായിരിക്കുന്നത്, പ്രത്യേകതയുള്ളവനായിരിക്കുന്ന ഒരു നല്ല കാര്യമാണോ? Is it a good thing to be special and different? നിങ്ങൾ എപ്പോഴും ശ്രദ്ധിച്ച ആൾക്കാർക്ക് അങ്ങനെയൊക്കെ വന്ന ആൾക്കാർക്ക് ഇഷ്ടപ്പെടത്തില്ല. Usually people don't like somebody who is Why different. people don't accept you? എന്തുകൊണ്ടാണ് ദൈവം നിങ്ങളെ അംഗീകരിക്കാത്തത്? Why people are not accepting Because you? you have a dream. നിന്റെ കയ്യിൽ സ്വപ്നം വന്നോ ആർക്കും നിന്നെ ഇഷ്ടപ്പെടത്തില്ല. If you have a dream, then it's likely that people don't like you. ബാക്കിയുള്ളവരെ പോലെ അല്ല ഇരുന്ന് എല്ലാവർക്കും ഇഷ്ടമായിരിക്കും. If you are like everybody else, you എല്ലാവരും will be പറയുന്ന പറഞ്ഞ് popular. അവർക്ക് ഇഷ്ടമായിരിക്കും. Speak the language of നീ others. People will വ്യത്യസ്തനായി നിൽക്കുമ്പോൾ നിന്റെ അകത്തൊരു സ്വപ്നമുണ്ടെങ്കിൽ ആർക്കും അത് ഇഷ്ടപ്പെടണമെന്നില്ല. But if you are different, if you carry a dream, it's not likely that people would like you. എന്നാൽ നീ വിശ്വസിക്കണം, ഇന്ന് രാവിലെ ഇത് ഏറ്റെടുത്തോണം. ദൈവത്തിന്റെ പ്രത്യേകമായ ഫേവർ നിന്റെ മേൽ ഒഴുകുകയാണ്. അത് നീ നഷ്ടപ്പെടുത്താതെ ഹല്ലേലൂയ ദൈവത്തിന് വ്യത്യസ്തനായിരിക്കുക. God's special favor is flowing in you because you are different. ഞാൻ ചില കാര്യങ്ങൾ ഇങ്ങനെ കളർ ചെയ്തിട്ട് ഇറ്റ് ഈസ് ഓക്കേ ടു ബി ഡിഫറെന്റ്. Amen. നീ വ്യത്യസ്തനായിരിക്കുന്നത് വളരെ നല്ല കാര്യമാണ്. It is okay to be different. വസ്ത്രധാരണത്തിൽ നീ വ്യത്യസ്തനായിരിക്കണം. In your dressing, you are different. ജീവിത ശൈലിയിൽ നീ വ്യത്യസ്തനായിരിക്കണം. Lifestyle, you are different. എടാ എല്ലാവരും രാവിലെ എഴുന്നേറ്റ് ഫേസ്ബുക്ക് നോക്കുമ്പോൾ നീ അവന്റെ മുഖം ദർശിക്കണം. And everybody gets up and looks Facebook, you look at his face. രാവിലെ എഴുന്നേറ്റ് ചായ ഇല്ലെങ്കിൽ അവൻ ഒന്നും സംഭവിക്കുക അല്ലല്ല. നീ രാവിലെ എഴുന്നേൽക്കുമ്പോൾ ചായ അതിനോടുള്ള അവനോടുള്ള ബന്ധത്തിൽ നീ ഇരിക്കണം. Morning be in your relationship with the Lord. എല്ലാവരും മനുഷ്യരെ പ്രസാദിപ്പിക്കുമ്പോൾ നീ വ്യത്യസ്തനാണ്. നീ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനാണ്. When everyone is pleasing others, you should please God. കാൽവറിയിൽ നിനക്ക് വേണ്ടി തകർക്കപ്പെട്ട് നിനക്ക് വേണ്ടി ചോരയൊഴുകി അവന്റെ രക്തത്താൽ നീ വാങ്ങപ്പെട്ടവനാണ്. നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നീ അവന് വേണ്ടി വ്യത്യസ്തനായിരിക്കണം. If you were bought with the precious blood of Jesus on the cross of Calvary, be different for him. നമ്മുടെ ജോസഫിന്റെ ലൈഫ് സ്റ്റോറി കൂടി പോകുന്നവരനെ he had no peer pressure. അവൻ ഈ പറയുന്ന പോലെ അവന്റെ ഒരു ഭാരമുള്ളവനായിട്ട് അവനെ അങ്ങ് കാണാൻ കഴിയത്തില്ല. We don't see Joseph as a burdened person or with കാര്യം അവൻ ലോകത്തോട് അനുരൂപനല്ല. because he was not conformed to the world. നിങ്ങൾ മനസ്സിലായി? അവൻ ലോകത്തോട് ചിന്തിക്കുമ്പോഴാണ് നമുക്ക് ഇതെല്ലാം കൂടെ ഏതാണ്ടൊക്കെ പോലെ തോന്നുന്നത്. If you compare him with the standards of the world, And maybe there's a understand, reason you are to a be child burdened. of God. നീ ദൈവത്തിന്റെ കുഞ്ഞാ. You are a child of God. You must സാധാരണ മനുഷ്യനെ understand. പോലെ നിനക്ക് ചിന്തിക്കാൻ ഒക്കത്തില്ല. You can't think like an ordinary കാരണം person. ദൈവത്തിന്റെ ഒരു സ്പെഷ്യൽ പ്ലാൻ നിന്റെ മേലുണ്ട്. Because God's special plan is upon you. Listen to me. ദൈവത്തിന്റെ സ്പെഷ്യൽ പ്ലാൻ ഉള്ളത് കൊണ്ട് തന്നെ വ്യത്യസ്തനായി നീ ഇരിക്കണം. Because God's special plan is upon you, you should be different. അതാ ജോസഫിന്റെ സ്വപ്നം, വ്യത്യസ്തമായ ഒരു സ്വപ്നം. That is why Joseph had a different dream. ഉൽപ്പത്തി പുസ്തകത്തിൽ തന്നെ പല ഭാഗങ്ങളിൽ അബിമേലെക്ക് സ്വപ്നം കണ്ടതാ. Even in Genesis, 20 അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ അബിമേലെക്ക് സ്വപ്നം കണ്ടതുപോലെ പലരും ജേക്കബ് ഏണിയുടെ സ്വപ്നം കണ്ടതാ. ഗോവേണി പോലെ സ്വപ്നം.
Abimelech had a 28-ാം dream. അധ്യായത്തിൽ Jacob had a dream of the ladder going up to heaven. പല പ്രാവശ്യം ജയിക്കബ് സ്വപ്നം കണ്ടു. 31-ാം അധ്യായത്തിന്റെ 11-ാം വാക്യത്തിൽ 24-ാം വാക്യത്തിലൊക്കെ ജയിക്കബ് പല പ്രാവശ്യം സ്വപ്നം കണ്ടിട്ടുണ്ട്. Jacob had dreams even in 31st chapter. എന്നാൽ നിങ്ങൾ അതൊക്കെ വായിക്കുമ്പോൾ ഈ സ്വപ്നത്തിലെല്ലാം ദൈവം സംസാരിക്കുന്നതായിട്ട് വ്യക്തമായിട്ട് അവിടെ എഴുതിയിട്ടുണ്ട്. Even all these dreams, God is clearly speaking. എന്നാൽ ജോസഫിന് സ്വപ്നം കിട്ടി, ദൈവം ഒന്നും മിണ്ടിട്ടുമില്ല. But Joseph, after receiving the dream, God kept അതുകൊണ്ടാണ് quiet. പറയുന്നത്, ഈ പരിചയങ്ങൾ പലതും കിടപ്പുണ്ടായിരിക്കാം, നിനക്ക് പല എക്സ്പീരിയൻസുകൾ കാണുമായിരിക്കാം, പലരുടെ ലൈഫ് ഹിസ്റ്ററി നിനക്ക് അറിയാമായിരിക്കാം, എന്നാൽ യു ആർ സ്പെഷ്യൽ ആൻഡ് യു ആർ ഡിഫറെന്റ്. നീ മറ്റുള്ളവരെ പോലല്ല, നീ വ്യത്യസ്തനാണ്. ദൈവം നിന്റെ അകത്ത് എന്തോ ഒന്ന് ഡെപ്പോസിറ്റ് ചെയ്യുകയാണ്. God did not work in Joseph's life as he worked in the case of Jacob or others. Maybe you're different. It's not like the previous experience that you had. നിങ്ങൾ നോക്കിയേ, സ്വപ്നം ഉണ്ടെങ്കിലും വല്ല വ്യക്തതയുണ്ടോ? സ്വപ്നത്തിനകത്ത് വല്ല വ്യക്തതയുണ്ടോ? He had a dream but no clarity. എന്നാൽ ഇന്ന് നമുക്കറിയാം, ദൈവം സ്വപ്നം തന്നിട്ടുണ്ടെങ്കിൽ അതിനകത്തുകൂടെ അവൻ നന്മയെ ഒഴുക്കുന്നവനാണ്. അവൻ മനസ്സിലാകുന്നവരുണ്ടെങ്കിൽ കരമടിച്ചു ദൈവത്തിന് മഹത്വം കരുത്തി പറ, എന്റെ സ്വപ്നത്തിനകത്തുകൂടെ നന്മകളെ ഒഴുക്കുന്നവനാണ് എന്റെ അവൻ സ്വപ്നക്കാരൻ. God who gives us a dream is the one who is able to make all goodness pass through us. ശ്രദ്ധിച്ചു നോക്കിയേ, സ്വപ്നത്തിനകത്ത് പൊട്ടക്കിണറുണ്ടോ? Could there be a pit in the സ്വപ്നത്തിനകത്ത് dream? പോത്തിഫറിന്റെ വീടുണ്ടോ? കാരാഗൃഹമുണ്ടോ? Could there be a prison or Potiphar's ഫറവോന്റെ house? മിസ്രയീമുണ്ടോ? Could there be in Egypt? ഒന്നുമില്ല. Nothing was there in ഒരു the പ്രാവശ്യം dream. കൂടെ വായിച്ചേ, What is the റോമർ dream all 12-ന്റെ about? 12 ഒന്നുകൂടെ വായിച്ചേ. Romans 12:12. ആശയിൽ സന്തോഷിപ്പിൻ എന്നല്ല, Rejoice in ദൈവം hope. ഒരുക്കി വെച്ചിരിക്കുന്ന കാര്യങ്ങളെ മനസ്സിലാക്കി സന്തോഷിച്ചോണം. Be glad for all that God has planned for അടുത്ത you. വാക്കെന്താ എഴുതിയിരിക്കുന്ന അറിയാമോ? കഷ്ടതകൾ വരുമ്പോൾ നീ ക്ഷമയോടെ ഇരിക്കണം. Be patient in tribulation. നിങ്ങൾ നോക്കിയേ, കഷ്ടതകളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും വരുമ്പോൾ എങ്ങനെ ഇരിക്കണം? How should you be when tribulations come? ക്ഷമയോടെ ഇരിക്കണം. Be patient. ക്ഷമയോടെ ഇരിക്കണം. Be patient. ബി പേഷ്യന്റ്. ജോസഫിന് ഉള്ള ഏറ്റവും വലിയ കാര്യം എന്താ അറിയാം? അവന് സ്വപ്നം കണ്ടെങ്കിലും അവന്റെ അകത്ത് ഒരു വലിയ കാര്യം ഉണ്ടായിരുന്നു, ഭയങ്കര സഹിഷ്ണുതയുണ്ടായിരുന്നു. Joseph had a great quality. Although he had a dream, he had great patience. വായിക്കുമ്പോ അറിയാം, പിറുപിറുക്കുന്നുണ്ടോ? ജോസഫ് പിറുപിറുക്കോ, കരയോ, സങ്കടം പറയോ വല്ലതും ചെയ്യുന്നുണ്ടോ? We do not see Joseph murmuring or crying. He is patient in trouble. He was patient. കഷ്ടത്തിനകത്ത് ഇപ്പോൾ നോക്കിയേ, അവൻ വളരെ സഹിഷ്ണുതയോട് കൂടി He ഇരിക്കും. was very patient in trouble. ഭയങ്കര അനുസരണമുള്ള ചെറുക്കനാന്ന് ഇവന്. Very obedient person. അനുസരണമുള്ളത് കൊണ്ടല്ലേ വീട്ടിൽ നിന്ന് പറഞ്ഞു ചേട്ടന്മാർക്ക് ഫുഡ് കൊണ്ടെടുക്കാന്ന് പറഞ്ഞപ്പോ ഇവൻ ഫുഡ് കൊണ്ടു കൊടുക്കാൻ പോവുക, ആഹാരവുമായിട്ട് ഇവൻ പോവുക ചേട്ടന്മാർക്ക്. That is why when the father asked him to go give food to brothers, he obediently goes. അയ്യോ, ആഹാരം ഡാനി ശ്രദ്ധിച്ച്, ആഹാരം വാങ്ങിച്ചു വെച്ചിട്ടാണ് ഇവനെ എടുത്ത് പൊട്ടക്കിണറ്റിലിടുന്ന അവര്. They took the food from him and threw him into the pit. അവൻ ആ പൊട്ടക്കിണറ്റിൽ കിടക്കുമ്പോൾ ഇവരിവിടുന്ന് ആഹാരം കഴിച്ചുകൊണ്ടിരിക്കുക. While he was in the pit, these people were having their food. അവനൊന്നും പറഞ്ഞില്ല. He did not utter a word. നോക്കിയേ, സഹിഷ്ണുത എങ്ങനെയാ ഉണ്ടാകുന്നത്? നിന്റെ സഹോദരന്മാർ നിന്നെ അവസാനിപ്പിക്കുവാൻ വേണ്ടി പ്ലാൻ ഇടുമ്പോൾ നിനക്കൊരു കാര്യം അറിയാം, എന്റെ സ്വർഗത്തിലെ ദൈവം അതിനേക്കാളും വലിയ പദ്ധതിയാണ് എന്റെ മേൽ ഇട്ടിരിക്കുന്നത്. Even when your brothers are plotting against you, remember God has a greater plan for you. അവരവിടെ ഇരുന്നുകൊണ്ട് ആഹാരം കഴിച്ചുകൊണ്ട് കഥയൊക്കെ പറഞ്ഞേച്ച് ഇവനങ്ങ് തീർന്നല്ലോ, സ്വപ്നക്കാരൻ തീർന്നല്ലോ എന്നൊക്കെ അവരവിടെ ഇരുന്ന് പറയുക. ഇവൻ കൊണ്ടുവന്ന ആഹാരമാണ് കഴിച്ചിരിക്കുന്നത്. Remember, these brothers are eating the food that Joseph brought. എങ്ങനെ സഹിച്ചിരിക്കാൻ പറ്റും? How could he be patient? അതാ സ്വപ്നത്തിന്റെ മഹാത്മ്യം. That is the greatness of the dream. ഹല്ലേലൂയ. Hallelujah. അങ്ങനെ ഇരിക്കാൻ കാരണം അവന്റെ സഹിഷ്ണുത. It is because Joseph was I want to remind patient. you, my church, be patient in your trouble. Amen. നിന്റെ കഷ്ടതയ്ക്കകത്ത് നീ ഹല്ലേലൂയ അതിനെ സഹിഷ്ണുതയെ വെളിപ്പെടുത്തണം. Reveal your patience in your trouble. കാരണം നിന്റെ കഷ്ടത്തിൽ നിന്റെ കൂടെ ഇരിക്കുന്ന ദൈവം നിന്നെ ഇട്ടിട്ട് പോകത്തില്ല. Because the Lord who is with you in your trouble will never leave നീ you. പൊട്ടക്കിണറ്റിലല്ല പോത്തിഫറിന്റെ വീട്ടിൽ ചെന്നാലും അവൻ നിന്നെ ഇട്ടിട്ട് പോകുന്നവനല്ല. Even though you're in the pit or Potiphar's house, the Lord will never leave you. പോത്തിഫറിന്റെ വീട്ടിൽ ചെല്ലുമ്പോ വേറൊരു രാജ്യത്താണ്, ആരാൾക്കാണ്ട് എന്നെ അറിയാമോ, ഞാൻ ഇവിടെ എങ്ങനെ ജീവിച്ചാൽ എന്തെന്നല്ല അവൻ ചിന്തിക്കുന്നത്. Joseph was not worried, how am I going to live in another country? No. പോത്തിഫറിന്റെ വീട്ടിൽ ചെല്ലുമ്പോൾ എന്നെ ആരും അറിയത്തില്ലല്ലോ, എനിക്കിഷ്ടം പോലെ ജീവിക്കാം, എന്തും ചെയ്യാമെന്നല്ല അവന്റെ അകത്ത് ചിന്ത വരുന്നത്.
When he was in Potiphar's house, he did not think that Okay, nobody സുഖമായി. knows me, I can do what I want. സുഖമായി എന്ന് നീ വിശ്വസിച്ചോണം. എല്ലാം കാണുന്ന ഒരു ദൈവമുണ്ട്. ഇന്ന് രാവിലെ നിന്നെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. തെറ്റായതിനകത്ത് നീ കുടുങ്ങിപ്പോയിട്ടുണ്ടെങ്കിൽ പരിശുദ്ധാത്മാവിൽ ഇന്ന് അതിൽ നിന്ന് നീ ഊരിപ്പുറത്തു വരിക. God is watching over you. If you've got trapped in anything, with the help of the Holy Spirit, come out of ഇന്ന് it. പരിശുദ്ധാത്മാവ് അങ്ങനെയുള്ള നിന്റെ എല്ലാ കുടുക്കുകളെയും യേശുവിന്റെ നാമത്തിൽ പൊട്ടിക്കട്ടെ. അതിനകത്തുനിന്ന് നീ പുറത്തു വരിക. Because you are special unto God. If you have been trapped in anything wrong, may the Holy Spirit pull you out of it, because you are special to God. നിങ്ങൾക്കറിയാമോ, ഈജിപ്തിൽ മിസ്രൈം ദേശത്ത് ഇപ്പോൾ ഈജിപ്ത് ജോസഫിനെ കുറിച്ചുള്ള വാർത്ത എന്താണെന്നറിയാമോ? റേപ്പിസ്റ്റ്, ബലാത്സംഗക്കാരൻ. Now the news that is spread about Joseph in Egypt is that he's a rapist. അല്ലേ? ആ വാർത്ത പെട്ടെന്ന് പ്രചാരിച്ചിലായ റേപ്പിസ്റ്റ് കണ്ടില്ലേ? എന്തിനാണ് ഇവനെ പിടിച്ചിട്ടിരിക്കുന്നത്? ഇവനാണ് ഭാര്യക്കാരെ പിടിക്കാൻ പോയി. Because he tried to attack Potiphar's നിങ്ങൾ wife. ശ്രദ്ധിച്ചൊക്കെ ക്ഷമ എങ്ങനെ ഉണ്ടാകുന്ന അറിയാമോ? അവന് ഒരു വാക്ക് ഈ സ്ത്രീക്കെതിരായിട്ട് അവൻ സംസാരിച്ചു. He never spoke a word against his woman. അവൻ അതൊന്നും തെളിയിക്കാനൊന്നും പോയില്ല. He did not try to prove his Be innocence. patient. നിന്റെ കഷ്ടതയ്ക്കകത്ത് നിനക്ക് സഹിഷ്ണുതയോടുകൂടി ഇരിക്കാൻ പറ്റുമോ? If you can be patient in your And tribulation, I don't have to prove it to anyone. ആരുടെ മുമ്പിൽ എനിക്ക് തെളിയിക്കേണ്ട കാര്യമില്ല. എന്റെ ദൈവം എന്റെ സങ്കേതമാകുന്നു. And I have to stand before him. my God is my refuge, and I don't have anything to prove to anyone. നിന്നെ വേദനിപ്പിക്കുന്ന അനുഭവത്തിൽ കൂടി പോകുമ്പോഴും and be patient. When you go ക്ഷമയോടെ through ഇരിക്കുക. painful times, be patient. ഹല്ലേലൂയ. ചിലരൊക്കെ എന്നോട് സംസാരിക്കുമ്പോൾ ഒക്കെ പറയാറുണ്ട്, എനിക്ക് പാസ്റ്ററെ അറിയാമോ, ഞാൻ ഭയങ്കര ഭാരത്തിൽ കൂടിയപ്പോൾ. നല്ലതാണ്. ഇറ്റ് ഈസ് ഗുഡ് ദാറ്റ് യു ഹാവ് പാസ്റ്ററിനോടൊക്കെ വന്ന് കൗൺസിൽ എടുക്കുന്നതൊക്കെ നല്ല കാര്യമാണെങ്കിലും ഓർത്തോണമേ, അത് പറയുമ്പോഴും നീ ഓർത്തോണമേ, നിന്റെ കഷ്ടതയ്ക്കകത്ത് ഞെരുക്കി കളയുന്നവരല്ല ഈ ദൈവം. നിന്റെ കഷ്ടതയ്ക്കകത്ത് അവൻ അവന്റെ സങ്കേതത്തെ ഒരുക്കി വെച്ചിരിക്കുകയാണ്. അവൻ നീ സ്പെഷ്യൽ ആയതുകൊണ്ടാണ് നീ അതിനകത്തൂടെ പോകുന്നത്. People come and tell me, Pastor, I'm going through difficult times, terrible times, and I want to tell you, God will not leave you alone in the midst of your trouble. Be patient. Because the plan of God is unfolding for you. ദൈവത്തിന്റെ പദ്ധതികൾ ഇതാ ഇങ്ങനെ തുറന്നു വരിക. Be patient in trouble, because God's plan is unfolding for you. No, when you are special, always remember you will have special പ്രശ്നങ്ങളുള്ള വ്യക്തികൾക്ക് എപ്പോഴും ഓർത്തോണം, അവന്റെ പ്രശ്നങ്ങളും സ്പെഷ്യൽ ആയിരിക്കും. If you are special, you will have special problems. ആർക്കും ഇല്ലാത്തത്. You will have special problems if you are special. മനസ്സിലാവുന്നുണ്ടോ? Do you നമ്മൾ ചോദിക്കത്തില്ലേ, എനിക്ക് മാത്രം എന്നാ ഇങ്ങനെ? You might ask, why me നിന്റെ alone? പ്രശ്നം ആർക്കും കാണത്തില്ല. നിന്റെ സ്പെഷ്യലായ പ്രോബ്ലം അല്ലേ, സ്പെഷ്യൽ അല്ലേ, ആർക്കും ഇല്ല. ഈ ചർച്ച വരുന്ന ആർക്കും ഇല്ലാത്ത പ്രശ്നമായിരിക്കും നിന്റെ പ്രശ്നം. Maybe you have problems that nobody in this church is facing, because Always you are think that special. when you are going through some problems, you consider yourself as God's special. ദൈവത്തിന്റെ സ്വന്തമാണ്, ദൈവത്തിന്റെ പ്രത്യേകതയുള്ള വ്യക്തിയാണ് നീ. If you are going through some trouble, consider yourself very Go special. through the Bible. ആബേലിനെതിരായിട്ട് കായിൻ എഴുന്നേറ്റില്ലേ? When we go through the Bible, we see Cain rising against Abel. അബ്രഹാമിനെതിരായിട്ട് ലോത്ത് എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടില്ലേ? Lot stood against Abraham. സിംശോനെതിരായിട്ട് ദലീല കണ്ടില്ലേ എഴുന്നേറ്റ് നിൽക്കുന്നത്? Delilah stood against Samson. ദാവീദിനെതിരായിട്ട് ശൗൽ എഴുന്നേറ്റ് നിൽക്കുന്ന കണ്ടില്ലേ? Saul stood against David. മൊർദെഖായിക്ക് എതിരായിട്ട് ഹാമാൻ കണ്ടില്ലേ പെട്ടെന്ന് എഴുന്നേറ്റ് വരുന്നത്? Haman stood against Mordecai. പ്രശ്നത്തിൽ കൂടി പോകുമ്പോൾ അതിൽ നിന്ന് പുറത്തു വരുവാൻ വേണ്ടി സ്പെഷ്യലായ പ്രയർ ഒന്നും ഇവർ ചെയ്തിട്ടില്ല. നിങ്ങൾ ഓർക്കണം, ഇവർ പ്രത്യേക പ്രാർത്ഥനയാലല്ല, ദൈവം തന്നെ നിന്നെ പുറത്തു കൊണ്ടുവരും. But you see, when these people went through problems, they did not make any special prayers. God delivered them out of them all. ഹല്ലേലൂയ. ജോസഫിന്റെ അകത്ത് ലഭിച്ച ആ സ്വപ്നം ഉണ്ടല്ലോ, അതിന്റെ പൂർണ്ണതയിലേക്ക് എത്തിക്കുവാൻ ദൈവം ആഗ്രഹിക്കുകയാണ്. God wants to fulfill the dream he had given Joseph. ആബേലിനെ എന്തോ ചെയ്തു? ആബേലിനെ കായിൻ കൊന്നു, തീർന്നോ? Cain killed Abel, but that did not end എബ്രായർക്ക് there. ലേഖനം എഴുതുമ്പോൾ 12-ാം അധ്യായത്തിന്റെ 24-ാം വാക്യത്തിൽ ഇരിക്കുകയാണ്. ഹല്ലേലൂയ, ആമേൻ, യേശു കർത്താവിന്റെ പുണ്യാഹ രക്തം
നോയിക്കേ, എന്നോ തീർന്ന ഒരു കഥയാണ്. ഇല്ല. ആമേൻ. വേദവസ്തുവിന് മറക്കാൻ, ദൈവത്തിന് മറക്കാൻ കഴിയത്തില്ല, ദൈവസഭയ്ക്ക് മറക്കാൻ കഴിയത്തില്ല. എന്നോ തീർന്നതല്ല. യേശു കർത്താവിന്റെ രക്തം ആബേലിന്റെ രക്തത്തെക്കാൾ അതുവരെ ഉണ്ടായിരുന്നതിൽ മനുഷ്യകുലത്തിലെ ഏറ്റവും ശക്തമായ രക്തമാക്കി ആബേലിന്റെ രക്തത്തെ മാറ്റി. What happened in Genesis was not forgotten. Abel's death was not forgotten. We read in Hebrews 12 about the blood of Jesus that speaks better things than that of Abel, because that blood of Abel became precious. ലോത്ത് പുറമോട്ട് പോയെന്ന് വിചാരിച്ചുകൊണ്ട് അബ്രഹാം പുറമോട്ട് പോകുമോ? ഇല്ല, അവൻ ദൈവത്തെ കേട്ട് മുമ്പോട്ട് പോകുന്നവനാണ്. Because Lot went back, Abraham did not go back. Abraham went ahead. പുറമോട്ട് പോകുന്നവന്റെ പുറകെ നീ പോകരുത്, മുമ്പോട്ട് പോകുന്നവന്റെ കൂട്ടത്തിൽ നീ നിന്നോണം. Don't go with people who go back. Go be with people who go forward. ഏതാണ്ട് ചെയ്തെന്ന് പറഞ്ഞുകൊണ്ട് നീ പുറമോട്ട് ചിന്തിക്കരുത്. നിന്റെ വിളി മുമ്പോട്ട് പോകാനാണ്. Your call is to go forward. ദൈവത്തിന്റെ മുഖത്തേക്ക് നോക്കിയാൽ നീ മുമ്പോട്ട് തന്നെ പോകും. If you look at the face of God, you will keep moving forward. നിന്റെ പ്രശ്നത്തിൽ പുറകോട്ടല്ല, ദൈവത്തോട് വിശ്വസ്തനായി നിന്ന് നീ മുമ്പോട്ട് ഇന്ന് ഒരു തീരുമാനം എടുക്കണം. എന്തോ പ്രശ്നമാണെങ്കിലും ഞാൻ അകരത്ത് സഹിഷ്ണുതയോടുകൂടി നിൽക്കും. Today make a decision that I will be patient in my troubles. അബ്രഹാമിനെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, പോയിടത്തെല്ലാം എന്തോ യാഗപീഠം പണിയായിരുന്നു, ഓൾട്ടർ പണിയായിരുന്നു. Abraham is building an altar wherever he went. അതിന്റെ അർത്ഥം എന്താ? ദൈവത്തോട് സംസാരിച്ച് മുമ്പോട്ട് പോയത് അബ്രഹാം. That's because Abraham kept talking to God as he moved forward. ഞാൻ ഇടയ്ക്ക് പറയാറുണ്ട്, ഈ യാത്രകളൊക്കെ വരച്ചോ എഴുതി വെച്ചോ ഒക്കെ പഠിക്കണം, അല്ലെങ്കിൽ മനസ്സിലാക്കത്തില്ല. അബ്രഹാമിന്റെ യാത്രയൊന്ന് പഠിച്ചാൽ, if we learn the journey of Abraham, കൽദേരുടെ ഊരിൽ നിന്ന് ഹാരാൻ വരെ 1000 കിലോമീറ്റർ. from the Ur of Chaldeans up to Haran, it's 1000 kilometers. അവിടെ നിന്ന് പിന്നെ ഹാരാനിൽ നിന്ന് ഷെഖേം വരെയാണ് പോയത്. ഹാരാമിൽ നിന്ന് ഷെഖേം വരെ 1600 കിലോമീറ്റർ. From Haran to Shechem is again 1600 kilometers. ഷെഖേമിൽ നിന്ന് ബെഥേലിലോട്ട് 30 കിലോമീറ്റർ. Shechem to Bethel is 30 kilometers. ബെഥേലിൽ നിന്ന് ഈജിപ്തിൽ ഇടയ്ക്കൊന്ന് പോയായിരുന്നല്ലോ. എന്തിനാ പോയത്? ചുമ്മാ അവിടെ ഫറോയ്ക്ക് സുഖാന്നൊന്നും അറിയാൻ പോയതാ. 300 കിലോമീറ്റർ നടന്നു. From Bethel to Egypt is 300 എന്നിട്ട് തിരിച്ച് ബെഥേലിൽ വന്നു. And then came back to Bethel. ഈ ബെഥേലിൽ നിന്ന് ഈജിപ്തിലോട്ട് എത്ര കിലോമീറ്റർ ഉണ്ടായിരുന്നു? 300 കിലോമീറ്റർ അല്ലേ? പിന്നെ 300 കിലോമീറ്റർ വരികയാണ്. Again he comes back 300 kilometers back to Bethel. ബെഥേലിൽ നിന്ന് ഹെബ്രോൻ വരെ 30 കിലോമീറ്റർ ആണ്. Bethel to Hebron 30 kilometers. ചിലർ വിചാരിക്കുകയാണ് ഈ ഭാഷനെ തലയ്ക്ക് നല്ല സുഖമില്ലെന്ന് വിചാരിക്കുകയാണ്. You think that I'm going mad? ആമേൻ, ഹല്ലേലൂയ. പിന്നെ ഹെബ്രോനിൽ നിന്ന് ദാൻ വരെ 250 കിലോമീറ്റർ. Hebron to Dan 250 kilometers. ദാനിൽ നിന്ന് ദമസ്കസ് വരെ 160 കിലോമീറ്റർ ആണ്. Dan to Damascus 160 kilometers. എന്റെ മക്കളെ, ഇത് പ്ലെയിൻ പിടിച്ചല്ല പോയത്, ട്രെയിൻ പിടിച്ചല്ല, കപ്പലിലെല്ലാം പോയി. അവൻ നടക്കും തോറും അവന്റെ ശരീരത്തിന് ബലം വർദ്ധിച്ചുകൊണ്ടേയിരുന്നു. അതുകൊണ്ട് 175 വയസ്സ് വരെ നീണ്ടു നിൽക്കുന്ന ഒരു യാത്രയുണ്ടായത്. കിലോമീറ്ററുകൾ ദൈവത്തിന് വേണ്ടി സഞ്ചരിച്ചവനാണ്. നീ എത്ര കിലോമീറ്റർ സഞ്ചരിച്ചു ദൈവത്തിന് വേണ്ടി? He did not take a flight or catch a train to travel all the way. He walked with God, but as he kept walking and walking with God, his strength increased and lived up to 175 years. മനസ്സിലാക്കുന്നവർക്കായി ഞാൻ ദൈവത്തെ സ്തുതിച്ച് പറയുകയാണ്. നീ ദൈവത്തോടൊപ്പം ദൈവത്തിന്റെ ശബ്ദം കേട്ട് നടക്കുന്നവനാണെങ്കിൽ, ആമേൻ, ഹല്ലേലൂയ, 120 എന്ന് പറയുന്ന ആയുസ്സിന്റെ ദൈർഘ്യത്തെ ആമേൻ ഭേദിച്ച് 175 വരെ പോയതെന്തുകൊണ്ടാണ്? If you are someone who is walking with the Lord, hearing his voice, 120 can become 175 years. 75 വയസ്സിൽ നടക്കുകയാണ് ദൈവത്തിന്റെ ശബ്ദം കേട്ടിട്ട് കിലോമീറ്ററുകൾ. He began his journey at the age of 75, kilometers after kilometers. 75 നിന്ന് ഒരു സെഞ്ചുറി അടിച്ചു. From 75 he reached a century. 75 പലരും ഓൾ ഔട്ടായി പോവാ. Many are going all out at 75. പക്ഷേ അബ്രഹാം സെഞ്ചുറി അടിച്ചു. Abraham took a century. അതുകൊണ്ട് 75 പ്ലസ് നടന്ന കിലോമീറ്ററുകൾ ദൈവത്തോടൊപ്പം ആയതുകൊണ്ട്, because the kilometers he walked അവന്റെ with ആയുസ്സിനെ God, 100 വർദ്ധിപ്പിച്ചു കൊടുത്തു. God increased his lifespan to 100 years. When you started, ഏത് പ്രായത്തിലാണ് നിങ്ങൾ ആരംഭിച്ചത്? അതിന്റെ കൂടെ കുറഞ്ഞ പക്ഷം 100 ചേരണം. At what age you started, add another 100 years to that. How should we live? കേട്ട് പോണം മുമ്പോട്ട്. You must hear the voice of the Lord and walk ahead. ഹല്ലേലൂയ.
നിന്റെ യാത്ര കർത്താവിന്റെ കൂടെയാണെങ്കിൽ If your journey is with the Lord, തുടങ്ങിയവൻ നിന്നെ ഇട്ടിട്ട് പോകുന്നവനല്ല, One who അവൻ started with അവന്റെ you will not leave ഒടുക്കം you. വരെ നിന്നോടൊപ്പം He സഞ്ചരിക്കുന്നവനാണ്. will travel with you till the end. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദൈവസന്നിധിയിൽ സമർപ്പിക്കപ്പെടാൻ അവൻ നിന്നെ ഒരുക്കി കൊടുത്താൽ നിനക്കെതിരെ വരുന്നത് എന്താണെങ്കിലും ഹല്ലേലൂയ, ഇന്ന് നീ മുമ്പോട്ട് തന്നെ കയറിപ്പോകും. ബലത്തോടെ, ആരോഗ്യത്തോടെ, അഭിഷേകത്തോടെ ഈ കാലത്തും നിന്നെ പുഷ്ടിയിൽ നിർത്തുന്നവനാണ് ഇന്ന് നിന്നോട് ഇടപെട്ട് സംസാരിക്കുന്നത്. നിന്റെ ആയുസ്സിനോട് അവൻ വർഷങ്ങളെ കൂട്ടിത്തരും. The one who has called you into the journey will be with you and increase your lifespan. ഹല്ലേലൂയ. Hallelujah. ജീവിക്കുവാണെങ്കിൽ നന്നായി ജീവിക്കാൻ വേണ്ടി ആഗ്രഹിക്കണം. If you are living, desire to live well. അബ്രഹാമിനെ ദൈവം അനുഗ്രഹിച്ചു. God blessed Abraham. ദാവീദിനെ ദൈവം അനുഗ്രഹിച്ചില്ലേ, ഉയർത്തി. God blessed David and lifted him. മൊർദെഖായി ശ്രദ്ധിച്ച്, മൊർദെഖായി അവസാനം ഹാമാൻ കൊല്ലാനിരുന്ന ഹാമാനെ തന്നെ തൂക്കി. എന്നിട്ട് മൊർദെഖായിയെ കുതിരയുടെ മേലിരുത്തി ആ പെട്ടണത്തിൽ കൂടി വളരെ കളർഫുൾ ആയിട്ട് നടത്തി. Haman was supposed to kill Mordecai, but he was hanged on the same gap. ഇന്ന് നിന്നെയും ആ ദൈവം മാനിക്കുന്ന ദൈവമാണെന്ന് വിശ്വസിച്ച് കരങ്ങളെയൊക്കെ ഉയർത്തി അടിച്ചോ, അല്ലെങ്കിൽ ദൈവത്തെ സ്തുതിച്ച് പറ, be patient for the Lord. God wants to honor you, and He's a God who lifts you up, and therefore be patient. And you understand God is planning something for you because you are special unto Him. Because you are special, God is planning something good for you. Don't worry, if something comes against you, ഇളകിപ്പോകരുത്. എന്തെങ്കിലും നിനക്ക് വിരോധമായി എതിരായി വന്നാൽ നീ ഇളകരുത്. നീ ഒരു കാര്യം മനസ്സിലാവും, നിന്റെ കൂടെ ഇരിക്കുന്നവൻ കർത്താവാണ്. If something is coming against you, don't be shaken. The Lord is with you. Just remember, you are special for Him. Amen. Hallelujah. Hallelujah. യേശുവിന്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ടവരാണെങ്കിൽ ഹല്ലേലൂയ, വേറെ ഒന്നിനും നിന്നെ ഒന്നും ചെയ്യാനൊക്കത്തില്ല. കാൽവറിയിൽ അവൻ നിനക്ക് വേണ്ടി സകലതും ത്യാഗപൂർവമായി അവൻ ഏൽപ്പിച്ചു കൊടുത്തപ്പോൾ നിന്നെയും എന്നെ കണ്ടുകൊണ്ട് അവൻ മരിച്ചത്. Nothing can come against you because He died a death for you and me on the cross of Calvary. ഹല്ലേലൂയ. Hallelujah. ഒന്ന് സ്തുതിച്ചേ. ഹല്ലേലൂയ. Begin to praise നിങ്ങളുടെ God. മുഖത്തൊക്കെ ആയുസ്സിന്റെ വർധനവിന്റെ ആ ദൈർഘ്യത്തിന്റെ ആമേൻ അടയാളങ്ങൾ വരട്ടെ യേശുവിന്റെ നാമത്തിൽ. Let our faces shine. Let it show signs of ഞാൻ youthfulness. പറഞ്ഞ മനസ്സിലായോ? 75 ആകുമ്പോ മുഖം ചുളുങ്ങുകയല്ല ചെയ്യേണ്ടത്. 75 ആകുമ്പോൾ നീ തുടങ്ങുന്നതേ ഉള്ളൂ സീറോയിൽ നിന്ന്. അടുത്തൊരു 100 വർഷം കൂടെ പോകുന്ന പ്രസരിപ്പ് നിന്റെ മുഖത്തുണ്ടാകണം. At 75, you shouldn't get wrinkles. It should be a new beginning for another journey for you. ഹല്ലേലൂയ. Hallelujah. നിന്നെ കാണുമ്പോൾ ചോദിക്കാൻ എങ്ങനെ ഇങ്ങനെ യങ് ആയിട്ടിരിക്കുന്നത് എങ്ങനെ ചോദിക്കണം. People should ask you, how can you be so young? അയ്യോ എന്നാ പറ്റി, നല്ല അസുഖമാണെന്നോ നല്ല ചോദിക്കണ്ടേ. എങ്ങനെ എന്റെ ചക്കര നിങ്ങൾ ഇങ്ങനെ ഇരിക്കുന്നത് എന്ന് ചോദിക്കാൻ നീ കർത്താവിന്റെ കൂടെ നടക്കണം. You should walk with the Lord, that people will ask you, how are you so well? യേശുവിന്റെ പടം വരച്ച് നിങ്ങൾ കണ്ടിട്ടുണ്ട്. യേശുവിന്റെ പടം വരച്ച് ചെറുപ്പക്കാരനായിട്ട്. എന്നാൽ ദൈവത്തിന്റെ പടം വരയ്ക്കുമ്പോൾ നരച്ച മുടി, നരച്ച താടി, ഒരു ഭയങ്കര പ്രായമുള്ള മനുഷ്യനായിട്ടാണ് പിതാവിനെ എല്ലാവരും വരച്ച് കാണിക്കുന്നത്. Everybody picturizes Father God as an ancient God, old and gray haired. അത് ചില വാക്കിന്റെ പുരാതനായ ദൈവം, പുരാതന എന്ന് പറയുന്നത് ഏൻഷ്യന്റ് ഗോഡ് എന്ന് പറയുമ്പോഴത്തേക്ക് യുഗങ്ങൾ പ്രായമുള്ളല്ലോ. അപ്പൊ എങ്ങനെ വരയ്ക്കാൻ പറ്റും? പ്രായമെന്ന് എങ്ങനെ വരയ്ക്കുന്നത്? അയച്ചാനോട് ചോദിച്ചിട്ട് കാര്യമില്ല. എങ്ങനെ പ്രായം കാണിക്കുന്നത്? പ്രായം കാണിക്കുന്നത് എങ്ങനെ? മുടി നരപ്പിക്കുക, അപ്പോഴാ പ്രായമാകുന്നത് അല്ലേ? You gray your hair and show your age. ഞാൻ പറയുന്നുണ്ട്, ഈ ചിലരാണെങ്കിൽ ഈ മുടിയല്ല വെളുക്കുന്നത്, മനസ്സങ്ങ് വെളുക്കാൻ തുടങ്ങും. മൊത്തം വീടേ അങ്ങ് വെളുത്തു, വെളുക്കുക മൊത്തം. Some people, their hearts are getting gray, not their hair. കർത്താവിനോട് നടക്കുന്നവൻ ഒരിക്കലും യെശയ്യാവ് 40:30 അങ്ങനല്ല എഴുതിയിരിക്കുന്നത്. Isaiah 40:30 അങ്ങനല്ല എഴുതിയിരിക്കുന്നത് അല്ലേ? കർത്താവിനെ കാത്തിരിക്കുന്നവർ വാർദ്ധക്യം വന്ന് ചുക്കി ചുളിഞ്ഞ് ചുരുണ്ട് കൂടി മൂലയ്ക്ക് വടിയും പിടിച്ചിരിക്കുമെന്നാണ് എഴുതിയിരിക്കുന്നത്. Those who wait on the Lord will have wrinkled faces and will be in a corner. അയ്യോ വയ്യായേ. എന്റെ പപ്പായുടെ ചേട്ടൻ മരിക്കുന്നതിന് മുമ്പേ കുറെ നാൾ കിടന്നായിരുന്നു. My father's brother was bedridden for some എനിക്ക് time. കർത്താവിനെ അറിയില്ല, ഞാൻ കൈവച്ച് ഞാൻ എഴുതിപ്പിച്ച് വിട്ടേനെ. Those days I didn't know the Lord, else I would have raised him. അപ്പച്ചൻ എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്ട് ജാതകം എഴുതിയപ്പോൾ 63-ാമത്തെ വയസ്സിൽ മരിച്ചു പോകുന്ന ജാതകം എഴുതി. Someone wrote his astrological thing that he will die at the age of 63. ആകപ്പാടെ അപ്പച്ചൻ ചെയ്ത ഒരു ജോലിയേ ഉള്ളൂ. He did only one thing. 9 പിള്ളേരെ ജനിപ്പിച്ചു. He
gave birth to 9 children. ഒരു ജോലിയും ചെയ്തിട്ടില്ല. He's not done any work because he thinks that he's going to die anyways. അപ്പച്ചനാണെങ്കിൽ നല്ല സുമുഖനായ, ഭയങ്കര ഫെയർ ആൻഡ് ഭയങ്കര സുമുഖനായ മനുഷ്യനായിരുന്നു. Very fair and handsome എന്തോ അപ്പച്ചനോട് gentleman. പറഞ്ഞാൽ പറയും, ഓ എന്തിനാ ചെയ്യുന്നത്, ഞാൻ ഏതായാലും മരിച്ചു. He didn't want to do anything in life. He says, what is the എന്നാൽ ഈ use? I'm going to അപ്പച്ചന്റെ die. കാലക്കേട് നോക്കണേ, 63 കഴിഞ്ഞ്, 64 കഴിഞ്ഞു, 65 കഴിഞ്ഞു, 66 കഴിഞ്ഞു, 67 കഴിഞ്ഞു, 68 70 കഴിഞ്ഞിട്ട് മരിക്കുന്നില്ല. But even after 70, he didn't die. അപ്പോഴത്തേക്ക് അപ്പച്ചന് മനസ്സിലായി എന്തോ കുഴപ്പമുണ്ട്, മരിക്കുന്നില്ലല്ലോ. അപ്പൊ ഇനി മരിച്ചാലല്ലേ ഒക്കത്തുള്ളൂ. കാര്യം ജാതകം കറക്റ്റ് ആക്കിക്കണ്ടേ. Then he realized there's something wrong. I must die for this astrology to be true. മെന്റൽ പ്രശ്നം എന്ന് പറഞ്ഞാൽ വയറ്റിനകത്ത് വേദനയാണെന്ന് അങ്ങ് തോന്നാൻ തുടങ്ങി. Then he started feeling that there's a trouble in his stomach. ഏറ്റവും ഇളയത് എന്റെ പപ്പായാണ്. പപ്പായ ഉള്ളു അപ്പച്ചന് പേടിയുള്ളത്. So youngest brother is my father and he was only a little bit scared of my father. പപ്പ ഇങ്ങനെ കൂട്ടിപ്പിടിച്ചൊക്കെ എടുത്തോണ്ട് പോകുന്നു. വന്നോണമെന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ചില ബലം ഉണ്ടാക്കി. Papa is a bit strict and firm. അപ്പൊ അതുകൊണ്ട് ഏതെല്ലാം ആശുപത്രി കൊണ്ടുപോയി, PVC കൊണ്ടുപോയി, എവിടെ കൊണ്ടുപോയി, അപ്പച്ചന്റെ വയറ്റിലും ഒരു അസുഖമില്ല. Took him to many hospitals. Nobody could find anything wrong with his stomach. രീതി അനുസരിച്ചിട്ട് ഈ വയറ്റുവേദന തുടങ്ങിയപ്പം അയ്യോ എനിക്ക് വയറ്റുവേദനയാണ്, അയ്യോ എനിക്ക് വയറ്റുവേദനയാണ്. അപ്പൊ ഈ നിങ്ങൾ ഈ പറയുന്നത് ഈ കയറ്റം അങ്ങോട്ട് കയറുമ്പോൾ ഇടതുവശത്തിരിക്കുന്ന വീട് അത് കൊടുത്തു വേറെ ആൾ വാങ്ങിച്ചു. അയ്യോ എനിക്ക് വയറ്റുവേദനയാണ്, അയ്യോ എനിക്ക് വയറ്റുവേദനയാണ്, അയ്യോ എനിക്ക് വയ്യായ, ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കും. He kept saying, oh I'm not well, oh I'm not well, oh I'm not ഇംഗ്ലീഷിൽ well. പറയുമ്പോ അയ്യോ അയ്യോ അയ്യോ. അപ്പൊ എന്നു ആദ്യമൊക്കെ ഓരോരുത്തർ ഓടിച്ചെല്ലുമായിരുന്നു. പിള്ളേർ കൊച്ചുമക്കളൊക്കെ, ഒരു മോൾ അവിടെ താമസിക്കുന്നത്, മോളെ പിള്ളേരൊക്കെ ഓടിച്ചു. അപ്പൊ എന്നാ പറ്റും ചോദിക്കായിരുന്നു. So initial days when Appachan said, oh I'm not well, kids and grandkids used to run to him. പറഞ്ഞല്ലോ പിള്ളേരെ മൈൻഡ് ചെയ്യത്തില്ല. അപ്പൊ അപ്പച്ചൻ എന്താ പറയാ, ഡബിൾ അയ്യോ അയ്യോ. അടുത്തിരിക്കുന്ന ആളോട് പറ, നിന്നോട് ഇത് പറയുന്നത്, നീ അയ്യോയെ തുടങ്ങി ഡബിൾ അയ്യോ എടുത്ത് നീ ഡോക്ടറേറ്റും എടുത്ത് നീ കയറിപ്പോവും. After some time when people didn't mind him, he started increasing his cry. ദൈവത്തോടൊപ്പം നടക്കാൻ നീ വിധിക്കപ്പെട്ട വ്യക്തിയാണെങ്കിൽ നിന്നെ മരണമല്ല അപഹരിച്ചു കൊണ്ടുപോകുന്നത്, നിന്റെ അകത്തു ജീവന്റെ സമൃദ്ധി ഒഴുകുന്ന കാലഘട്ടമാക്കി മാറ്റുക. You are called to walk with the Lord. You will have life and life abundance. Hallelujah. Hallelujah. റോമർക്ക് എഴുതിയ ലേഖനം 8-ാം അധ്യായം 28-ാം വാക്യം ശ്രദ്ധിക്കുമ്പോൾ Romans 8:28. അതിനകത്ത് എഴുതിയിരിക്കുന്നത്, എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ പള്ളിയുടെ അകത്ത് ഇരുന്ന് ആഹാരം കഴിക്കരുത് എന്ന് ഉള്ള വാക്യം കൂടെ നിങ്ങൾ വായിക്കുക. ആഹാരം കൊടുക്കരുത് കുഞ്ഞുങ്ങൾ, കൊടുക്കണമെങ്കിൽ പുറത്തു കൊണ്ടുപോകണം. തൂക്കുന്നവർക്ക് എപ്പോഴും പ്രശ്നമാണെന്ന് അവരെന്നോട് പറയും. എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക് നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നുവെന്ന് നാം അറിയുന്നു. നിങ്ങൾ നോക്കിയേ, എങ്ങനെ കർത്താവിനെ സ്നേഹിക്കുന്നവന് എന്ന് പറഞ്ഞാൽ കർത്താവിന്റെ വാക്ക് മനസ്സിലാകുന്നവർക്ക്, ഇപ്പൊ ഞാൻ ഈ പറഞ്ഞ കാര്യം മനസ്സിലായെങ്കിൽ അയ്യോ സകലതും നന്മയ്ക്കായിട്ട് വരുമെന്ന്. ബിസ്ക്കറ്റ് കഴിക്കല്ലെന്ന് പറഞ്ഞത് മനസ്സിലായെങ്കിൽ all things work together for good to those who love God and to those who are called according to his purposes. സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് അടുത്തെന്തുവാ, സകലതും എങ്ങനെ വരും, സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുമെന്ന് നാം അറിയുന്നില്ലേ. All things work together for good. എങ്ങനെ അറിയാം, നാം അറിയുന്നു. Do we Because I know that God who selected me, എന്നെ തെരഞ്ഞെടുത്തവൻ, എന്നെ വിളിച്ചവൻ, അവൻ എനിക്ക് വേണ്ടി സകലതും 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 നന്മയ്ക്കായിട്ട് ചെയ്യുന്നവനാ. One who called me will do everything, all things for my good. സകലവും നന്മയ്ക്കായിട്ട് ചെയ്യുമെന്ന് അറിയുമ്പോൾ നമുക്ക് ആരോടും പിണക്കം തോന്നില്ല. And so we don't have to be offended with anyone because he works all things. നന്മയ്ക്കായിട്ട് One who called me will do everything for my good. You stand against me. Even if you stand against me, എന്നെ പുറകിൽ നിന്ന് കുത്തിക്കോ, ഞാൻ നിന്നെ കാണുമ്പോൾ കെട്ടിപ്പിടിക്കും. stab me from the back, but I will still hug you. നീ ഈ വെളിയിൽ പോയി നീ എന്നെ കുറിച്ച് അപവാദം പറ, നിന്നെ കണ്ട ഞാൻ ഒരു കൈ പൊക്കുന്നതിന് രണ്ട് കൈയും പൊക്കും. You speak ill of me, but still I will hug you. കാരണം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിനകത്തൊന്നും തീർന്നു പോകുന്നതല്ല എന്റെ വിളി, അവൻ സകലതും നന്മയ്ക്കായിട്ട് ചെയ്യുന്നവനാണ്. Because my call is not something that will endure, he will do all things for my good. ജോസഫിന്റെ സഹോദരന്മാരെ കണ്ടപ്പം ജോസഫ് പറഞ്ഞ വർത്തമാനം എന്താണെന്നറിയോ, നിങ്ങൾ അന്ന് തിന്മയ്ക്കായിട്ടാ ചെയ്ത, പക്ഷെ ദൈവം അത് നന്മയ്ക്കാക്കി മാറ്റിയെന്ന്.
When Joseph met with his brothers at the end, he said, "What you intended for evil, God turned it for my good." ഒരു കാലത്തും നിന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചവനെ കാണുമ്പോൾ നീ പറയുകയാണ്, നിങ്ങളത് തിന്മയ്ക്കായിട്ട് ചെയ്തെങ്കിലും എന്റെ ദൈവം അത് സകലതും നന്മയ്ക്കാക്കി മാറ്റി. When people turn against you, you must tell them, "What you intended for my bad, God turned it for my good." Why? Because I was patient in my trouble. എന്റെ കഷ്ടത്തിനകത്ത് എനിക്ക് കർത്താവ് സഹിഷ്ണുത തന്നു, ഞാൻ അതിനകത്ത് ഇരുന്നു. Because I was patient in my trouble. ജോസഫിനെ ഈ ഫറോയുടെ അടുക്ക ചെന്നപ്പോൾ സ്വപ്നത്തിന്റെ വ്യാഖ്യാനം ഒക്കെ കൊടുത്തപ്പോൾ ഫറോ പറഞ്ഞു, ഈ ജോസഫിനെ പിതാവാക്കി, എന്ന് വെച്ചാൽ അവന്റെ മുകളിലാക്കി. കാര്യം അവന്റെ വാക്ക് കേട്ടു. വാക്ക് കേൾക്കുന്നവനെ എന്താ വിളിക്കുന്നത്? മകനെന്നും. ആരിൽ നിന്നാ വാക്ക് വരുന്നത്? അവൻ അപ്പൻ. ഓ, ആരോടാ പറയുന്നത്? When Pharaoh received an interpretation of his dream from Joseph, കല്ലിന് കാറ്റ് പിടിച്ച പോലെ ഇരിക്കുന്നു. Joseph was made a father to Pharaoh. നീ അപ്പനാക്കിയാൽ മാത്രമേ വാക്ക് കേൾക്കാൻ പറ്റത്തുള്ളൂ. നീ മകനായിരുന്നെങ്കിൽ വാക്ക് നീ അനുസരിക്കത്തുള്ളൂ. എങ്കിൽ മാത്രമേ നിനക്ക് മേൽഗതി ഉണ്ടാകത്തുള്ളൂ. One who speaks the word is a father. One who listens to the word is a son. Amen. രണ്ട് ഗുണങ്ങൾ ജോസഫിനുണ്ടായിരുന്നു. രണ്ട് ഗുണങ്ങൾ, പ്രത്യേകമായ രണ്ട് ഗുണങ്ങൾ ജോസഫിനുണ്ടായിരുന്നു. ഒന്നെന്ന് പറയുന്ന ഫറോയുടെ സ്വപ്നം വ്യാഖ്യാനിക്കുവാനുള്ള ജ്ഞാനം ജോസഫിനുണ്ടായി. Joseph had two qualities. One is that he had the wisdom to interpret Pharaoh's dreams. പ്രായോഗികമായിട്ട് എന്തു ചെയ്യണമെന്നുള്ളത് പറഞ്ഞു കൊടുക്കാനുള്ള ജ്ഞാനം ജോസഫിനുണ്ടായിരുന്നു. Joseph also possessed the wisdom to practically handle the situation. പ്രാക്ടിക്കൽ. ഇതെങ്ങനെ പ്രാക്ടിക്കൽ? ചുമ്മാ എന്തെങ്കിലും കേട്ട് വിളിച്ചു പറഞ്ഞിട്ട് അത് അതിന്റെ പ്രാക്ടിക്കാലിറ്റി ഇത് പ്രായോഗികത്തിലാക്കണ്ടായോ? അതിനുള്ള ജ്ഞാനം. സ്വപ്നം വ്യാഖ്യാനിക്കുന്ന ഒരു ജ്ഞാനമാണെങ്കിൽ ആ സ്വപ്നത്തെ വ്യാഖ്യാനിക്കുമ്പോൾ എങ്ങനെ ഇത് ഫംഗ്ഷൻ ചെയ്യണമെന്ന് പറഞ്ഞു കൊടുക്കാൻ ഒരു ജ്ഞാനം ഇവനകത്തുണ്ടായിരുന്നു. He not only interpreted the dream, he also suggested a solution, a practical solution to handle the problem. എന്നിട്ട് ജോസഫ് ഫറോയോട് എങ്ങനെ പറഞ്ഞറിയാം? 41 അധ്യായം വായിച്ചാൽ മതി. അവിടെ എഴുതിയിരിക്കുന്ന പറയാ, നിങ്ങൾ ആരെയെങ്കിലും തക്കതായ വ്യക്തിയെ അതിനാക്കണമെന്നാ പറഞ്ഞ്. അല്ല, എനിക്കിതെല്ലാം കൂടെ ചെയ്യാൻ പറ്റും. പുള്ളി ഒരു ആപ്ലിക്കേഷൻ എഴുതി കൊടുത്തില്ല. And if you look at Genesis 41, നമ്മളറിഞ്ഞതെല്ലാം ചെയ്തേനെ. ഇപ്പൊ Joseph ഇത്രയൊക്കെ പറഞ്ഞല്ലേ എന്നെ പിടിച്ച് അങ്ങോട്ടാക്ക. Joseph told Pharaoh, appoint someone who can take charge of the whole thing. Joseph did not promote himself or apply himself to the position. 33-38 ഒക്കെ വാക്യം വായിക്കുന്ന പറഞ്ഞേ അവിടെ എഴുതിയിരിക്കുന്ന, നിങ്ങൾ യു അപ്പോയിന്റ് സംവൺ, ആരെയും ആക്ക്. നിങ്ങൾ ശ്രദ്ധിച്ചു ചോദിക്കേ, നിന്റെ ഈ കഷ്ടതയിൽ നീ സഹിഷ്ണുതയോടെ ഇരുന്നാൽ ഇനി ഒരുത്തൻ ആ സ്ഥാനത്ത് കയറി ഇരുന്നാലും നിനക്ക് പ്രശ്നമില്ലല്ലോ. If you are patient, നീ ബേജാറാകുന്ന, നീ വിരളി പിടിക്കത്തില്ലല്ലോ. If you are truly, നമ്മുടെ അകത്ത് ചിന്ത വരുമ്പോഴല്ലേ ആരെങ്കിലും അവിടെ കയറി ഇരിക്കുമ്പോൾ നമ്മൾ അസ്വസ്ഥരാകുന്നു. If you are truly patient, you won't have any problem if someone else takes your place. You are in a position to recommend someone else. നിന്റെ അകത്തെ ക്ഷമയുടെ ആ വലിപ്പം കണ്ടില്ലേ മറ്റൊരു ആടേര്യമാക്കിക്കൊന്നേ. I don't have to prove it before you. ഫറോയെ, നിന്റെ മുമ്പിൽ തെളിയിക്കേണ്ട കാര്യമില്ല, ദൈവം എന്റെ കൂടെ ഇരിക്കുകയാണെന്ന്. എന്റെ ദൈവം സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്നവനാണ്. My God will work everything for my good, so I am okay even if you appoint someone else. Hallelujah. Hallelujah. ഈ ലോകം മുഴുവനും പട്ടിണിയിലോട്ട് പോവുക. ലോകം മുഴുവനും പട്ടിണിയാ. The whole world is going into famine. പക്ഷെ ദൈവിക ജ്ഞാനത്താൽ നീ എഴുന്നേറ്റ് നിന്ന് കാര്യങ്ങൾ ക്രമീകരിക്കും. But you will rise up with divine wisdom and handle things. ഞാൻ പലപ്പോഴും പറഞ്ഞിട്ടുള്ള, കോവിഡ് വന്നു കഴിഞ്ഞാൽ ലോകം മുഴുവൻ എന്നാ ചെയ്യണമെന്ന് അറിയാഞ്ഞ് ഇങ്ങനെ നിൽക്കുമ്പോഴാണ് ചില കാര്യങ്ങൾ ഓപ്പറേഷനിലായത്. When COVID came and the whole world came to a standstill, certain things became operational. ബിസിനസ്സുകാർ തകർന്നു പോയി. How many businesses collapsed? ഞാൻ അതുകൊണ്ടാ പറയുന്നത്, കയ്യും കാലും പറിച്ചിട്ട് ഷിൻഡോയെ നീ ആരാധിച്ചോണം. പലരും തകർന്നു പോയിടത്താണ് നിന്നെ ബിസിനസ്സുകാരനായി ദൈവം എഴുന്നേൽപ്പിച്ചത്. Shindo must worship the Lord, because at a place when everyone failed, the Lord raised Shindo. എത്രയോ കച്ചവടക്കാർ കച്ചവടം പൂട്ടിയപ്പോൾ നിന്റെ കച്ചവടത്തെ ദൈവം ഒരുക്കിയെങ്കിൽ ഹല്ലേലൂയ, നീ എങ്ങനെ അവനെ സ്തുതിക്കണം? How much you should praise God when God raised you at a place where others failed. ഈ അവധി എടുക്കുന്നതാണ് വേറൊരു കുഴപ്പം. ദൈവം ആരാണെന്ന് അറിയാൻ വയ്യാത്തോണ്ട് എല്ലായിടത്തും അവധി എടുത്തോണ്ട് നടക്കുന്നു.
If you don't know who your God is, you will take leave from everywhere. ആമേൻ, ഹല്ലേലൂയ. ഇന്ന് രാവിലെ ആഗ്രഹിക്കണം, പലരുടെയും പല കാര്യങ്ങൾ അവതാളത്തിലാകുമ്പോൾ അതിനെ ക്രമീകരിക്കാൻ ദൈവം നിന്റെ മേൽ അഭിഷേകത്തെ പകർന്നിരിക്കുന്നത്. God has given you a special anointing to set things in order where others have failed. ഒരുത്തൻ മൂലം ഒരു രാജ്യം പ്രോസ്പർ ആയെന്ന്. Because of one man, a country prospered. യോസേഫ് സ്വപ്നത്തിന്റെ ഉടമസ്ഥനാണെങ്കിൽ മിസ്രയീമിൽ നന്മയുണ്ടാകും. If Joseph was the owner of the dream, there will be goodness in Israel. മുഴുവനും പട്ടിണിയിൽ പോയപ്പോൾ ദൈവം ജോസഫിനെ മിസ്രയീമിൽ അയച്ച് മിസ്രയീമിലേക്ക് സകല രാജ്യങ്ങളും വരാൻ തുടങ്ങി. When the whole world went into famine and loss, God sent Joseph to Misraim and all the nations started flooding towards him. ഇത് വിശ്വസിച്ചോണം, നീ കാരണം പല വ്യക്തികളും കുടുംബങ്ങളും കർത്താവിന്റെ നാമത്താൽ നന്നാകാൻ പോകുന്ന സമയമാണ്. And be patient in your trouble. Be patient in your trouble because of you, because through you many nations and families are going to come to the Lord. Hallelujah. Hallelujah. പറയേണ്ട സമയത്ത് അവസരം കിട്ടുമ്പം പറഞ്ഞോണം. When you get a chance, speak up. ആവശ്യമില്ലാത്തൊന്നും പറയരുത്. Don't speak unnecessary things. ആവശ്യമില്ലാത്തൊന്നുമല്ല പറയുന്നത്. Never speak unnecessary things. ജോസഫ് ഫറോയെ രക്ഷിക്കപ്പെടുത്താനും സ്നാനപ്പെടുത്താനും ഒന്നും പോയില്ല. Joseph did not go to save or baptize Pharaoh. നീ അങ്ങ് ജീവിച്ച് കാണിച്ചാൽ മതി, അവരെല്ലാം വേണ്ടതൊക്കെ ചെയ്തോളും. You just live well and they will do the right things. ഇതാ ഫറോ നല്ല വെള്ളം നൈൽ വാട്ടർ താണ്ട് കിടക്കുന്നു, വാ ഞാൻ സ്നാനപ്പെടുത്താന്നൊന്നും പറഞ്ഞില്ല. Joseph did not say, "Come Pharaoh, I will baptize you in the river Nile." നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഊരി വെച്ചത് കൊണ്ടോ ആരാണ്ട് അവിടെ കയറിയോ? എവിടെ? കരുവേലത്തിന് കീഴിൽ കുഴിച്ചിട്ട് നോക്കിയല്ലേ പറഞ്ഞു അല്ലേ? എന്നിട്ട് എത്ര പേര് കനാൻ ദേശത്ത് കയറി? Just because the children of Israel removed their ornaments or jewels, did they get into the land of Canaan? കാലേബും യോശുവയും ആരാ കയറിയതിനകത്ത്? Except Caleb and Joshua, none entered. അതുകൊണ്ട് അത് മറച്ചു പിടിച്ചത് കൊണ്ടോ ഊരി വെച്ചത് കൊണ്ടല്ല, നിന്റെ കൂടെ ഇരിക്കുന്നവൻ ആരാണെന്ന് നീ അറിയുക. You must know who is with you. പലരും പല വിധത്തിലാണ് വ്യാഖ്യാനിക്കുന്നെങ്കിൽ നിന്റെ അകത്ത് സ്വപ്നത്തിന്റെ ഒരു വ്യാഖ്യാനം വന്നിട്ടില്ലേ? ഇന്ന് രാവിലെ അതിനകത്തേക്ക് നീ എടുത്ത് നിന്റെ അകത്ത് വന്ന വ്യാഖ്യാനത്താൽ നീ അനേകരെ ഉദ്ധരിപ്പിക്കുക. Because of the interpretation and the understanding you have about your dream, you will raise many people. ദൈവത്തിന്റെ പരമാധികാരം ഉണ്ട്. ദൈവത്തിന് പരമല്ലേ sovereignty of God. ദൈവത്തിന് പരമാധികാരം ഉള്ളത്. God is sovereign. അതൊരു വസ്തുതാപരമായ കാര്യമാണ്, വാസ്തവമായ കാര്യമാണ്. That's a fact. അതുപോലെ തന്നെ മനുഷ്യന് ഉത്തരവാദിത്വമുണ്ട്. Man has responsibilities. നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമുണ്ട്. ദൈവത്തിന്റെ സോവറിനിറ്റി പോലെ നമുക്ക് എല്ലാവർക്കും ഉത്തരവാദിത്വമില്ലേ? As much as God is sovereign, we have a responsibility. അത് രണ്ടും കൂടെ ചേരുമ്പോഴാണ് ചില കാര്യങ്ങൾ പുതുതായി ഉണ്ടായി വരുന്നത്. When these two things merge, ഇന്ന് രാവിലെ അത് ആഗ്രഹിച്ച് ഇരിക്കുന്ന ഇടങ്ങളിൽ ഇരുന്നുകൊണ്ട് ആഗ്രഹിച്ചുകൊണ്ട് പറഞ്ഞ് ദൈവത്തിന്റെ പരമാധികാരത്തിനകത്തേക്ക് ആമേൻ എന്നെ കയറ്റി നിർത്തിയപ്പോൾ ദൈവമേ നീ പകർന്നിരിക്കുന്ന ഉത്തരവാദിത്വം എന്നിൽ നിന്ന് ഒഴുകാൻ തുടങ്ങണം. Lord, as you made me step into your sovereignty, let the responsibility you vested in me flow out through me. ജോസഫ് മരിച്ചുപോയെന്ന് എല്ലാവരും വിചാരിച്ചു. ഇല്ല. Joseph did not die. വാഗ്ദത്തം ഉള്ളവൻ ചാകത്തില്ല. One who has a promise will not die. വാഗ്ദത്തം ഉള്ളവൻ കർത്താവിന്റെ കൂടെ നടക്കുവാണെങ്കിൽ അവന്റെ ഇയേഴ്സ് ഓഫ് ലൈഫ്, അവൻ ദീർഘായുസ് ഉണ്ടാകുമെന്ന് എഴുതിയിരിക്കുന്നു. He has long life. അല്ലേ? അവന്റെ നമ്പർ ഓഫ് ഡേയ്സ് വിൽ ബി ഇൻക്രീസ്ഡ്. His number of days is increased. അതായത് സദൃശവാക്യം 3-ാം അധ്യായത്തിന്റെ 13-ാം വാക്യം ഒന്ന് എടുത്ത് വായിച്ചാൽ Proverbs 3:13. ആമേൻ. Proverbs 3:13 എങ്ങനെ എഴുതിയിരിക്കുന്നത്? What does it say? ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യൻ. ജോസഫിന് എന്തോ ഉണ്ടായിരുന്നു? കർത്താവ് കൂടെ ഇരിക്കുന്നവൻ എന്തോ കാണും? ജ്ഞാനം കാണും. Joseph was wise. ഇനി നിങ്ങൾ നോക്കിക്കണമേ, ഈ ജ്ഞാനം എന്ന് പറയുന്ന ഒരു പേഴ്സണാ, ഒരു വ്യക്തിയാ. അതാ യേശു കർത്താവ്. And wisdom is a കർത്താവ് person, നിന്റെ രക്ഷകനാണെന്ന് Jesus. നിനക്ക് ബോധ്യമുണ്ടെങ്കിൽ നിന്റെ അകത്ത് ജ്ഞാനം ഉണ്ടായിരിക്കും. If the Lord is your savior, you have wisdom in you. ഹല്ലേലൂയ. Hallelujah. ജ്ഞാനം ഉണ്ടായിരിക്കണം. You must have wisdom. ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യൻ ബ്ലെസ്ഡ് അല്ലേ? അവനെങ്ങനെ? അനുഗ്രഹിക്കപ്പെട്ടവൻ. Blessed is a man who receives wisdom. വിവേകം എന്ന് പറഞ്ഞത് What ഒത്തിരി is പേർക്ക് knowledge? അറിവ് ഒത്തിരി പേർക്കുണ്ട്. പുസ്തകമൊക്കെ വായിച്ച് ഭയങ്കര അറിവ്, 5 പൈസക്ക് ഗുണമില്ല. People have had knowledge but no understanding. ഭയങ്കര അറിവ്, റോക്കറ്റ് സയൻസ് ഒക്കെ അറിയാം. They know rocket science but no കാശിന് use. പ്രയോജനമില്ല. Absolutely അതാ no വിവേകം. use. That is called knowledge, Wisdom. understanding, wisdom. You are stuffed with information. അല്ല, പുസ്തകം വായിച്ച് അവിടെ ഒരു കീറ്റ് പേപ്പർ ഇടുന്നാൽ എടുത്ത് വെച്ചാൽ വായിക്കും.
ഒന്നുകൂടെ കാണിച്ച വാക്യങ്ങളല്ലേ ഇവിടെ എന്നെ കാണാനാ ഇതിനകത്ത്. ജ്ഞാനം ജ്ഞാനം പ്രാപിക്കുന്ന മനുഷ്യനും വിവേകം ലഭിക്കുന്ന ഇത് അടുത്തിരിക്കുന്ന ആൾക്ക് കൈ എടുത്തിട്ട് പറയാം, ഇത് രണ്ടും ഉണ്ടെങ്കിൽ അച്ഛാ ബഹുത് അച്ഛാ. If you have wisdom and understanding, you are blessed. ഹല്ലേലൂയ. അല്ലേ? അതിനൊരു ഗുണമുണ്ട്, അതിനൊരു റിസൾട്ട് ഉണ്ട്. അടുത്ത വാക്യത്തിലെ റിസൾട്ട് പറയുന്നത് 14 എന്റെ റിസൾട്ട്. അതിന്റെ സമ്പാദനം വെള്ളിയുടെ സമ്പാദനത്തിലും അതിന്റെ ലാഭം ഞങ്ങളുടെ തങ്കത്തിലും വലുതെന്നല്ല എഴുതിയിരിക്കുന്നത്, ഒറിജിനൽ തങ്കം. It says it's better than silver and gold. നോക്കിയേ, അത് മുത്തുകളിലും Better than precious jewels. നിന്റെ കയ്യിലിരിക്കുന്ന മനോഹര വസ്തുക്കളൊന്നും ഈ ജ്ഞാനത്തിന് തുല്യമായിട്ട് വരത്തില്ല. None of the precious things you have can be compared to the wisdom of God. Begin to praise God for the wisdom God has given you. യേശു ക്രിസ്തുവുമായി ഒരു ബന്ധത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ നിന്റെ കയ്യിലിരിക്കുന്ന എത്ര പ്രഷ്യസ് ആയ കാര്യമാണെങ്കിലും അതൊന്നും അതിന്റെ 7 അയലോക്കത്ത് വരത്തില്ല. അവൻ സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിപ്പിക്കുന്ന കർത്താവാകുന്നു. If you have come in relationship with the Lord, the wisdom of God is in you and nothing else can be compared to that wisdom. അതുകൊണ്ട് തീർന്നു ഇല്ല. Does it end അടുത്ത there? വാക്യം 16. ഞാൻ നോക്കണം, യേശു കർത്താവിനെ രക്ഷകനായി സ്വീകരിച്ചിട്ടുണ്ടെങ്കിൽ, നിന്റെ അകത്ത് ബോധ്യം വന്നിട്ടുണ്ടെങ്കിൽ, നിന്റെ വലത്തെ കയ്യിൽ ദീർഘായുസ്സ്. At your right hand you have long life. You will enjoy long life. ഊരിൽ നിന്ന് ഈ മനുഷ്യൻ യാത്ര തുടങ്ങി നടന്നു 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 ദൈവത്തിന്റെ മുമ്പാകെ അവൻ നീതിയുള്ളവനായി നടന്ന് അവൻ അതുവരെ പറഞ്ഞ 120 എന്ന് പറയുന്ന ആയുസിന്റെ ദൈർഘ്യത്തെ ഭേദിച്ചുകൊണ്ട് ഇതാ അവന്റെ വലം കൈയിൽ ദീർഘായുസ്. At his right hand is long life. ഇടത്തെ കയ്യിൽ എന്തോ എന്നുള്ളതായി ഉൽപ്പത്തി 23 6 വായിക്കുമ്പോൾ കാണുന്നത്, അല്ലെങ്കിൽ 13 അധ്യായത്തിന്റെ 1 വാക്യത്തിൽ കാണുന്നത്. ഇടത്തെ കയ്യിൽ എന്തോ കാണും? What is there in right hand? Riches and honor. ഇടത്തെ കയ്യിൽ എന്തോ കാണും? 13 ഉൽപ്പത്തി 13 അബ്രഹാമിന്റെ കയ്യിൽ എന്തൊക്കെയുണ്ട്? കന്നുകാലി, വെള്ളി, പൊന്ന്, ഇവയിലെല്ലാം ബഹുസമ്പന്നനാണ്. Abraham was greatly rich. കൊടുത്തിരിക്കുന്ന സ്ഥാനം എന്താണെന്ന് ചോദിച്ചാൽ അത് ഇടത്തുള്ളതാണ്. ഇതുകൊണ്ട് എനിക്കൊന്നും നേടാനൊക്കത്തില്ല. എന്റെ വലത് കൈയിൽ എന്നോടൊപ്പം നടക്കുന്നവനോടുള്ള നടപ്പാണ് ഞാൻ കാണുന്നത്. On my right hand is what I see. അർത്ഥം, നീ എന്തിന് പ്രാധാന്യം നൽകുന്നോ ആ പ്രാധാന്യം നൽകുന്നതിനകത്തുകൂടി നിന്റെ അകത്ത് സകലതും നന്മയ്ക്കായി ഉണ്ടായി വരും. If you give priority to walking with the Lord, through that every goodness will come to you. അതുകൊണ്ട് 23 അധ്യായത്തിന്റെ 6 വാക്യം, 26 അധ്യായത്തിന്റെ Psalm 23:6. ജെനസിസ് ഞങ്ങളുടെ ഇടയിൽ 23:6 നീ ഞങ്ങളുടെ ഇടയിൽ ദൈവത്തിന്റെ, you understand, you are a prince amongst us. People around will honor you and they will consider you as the Lord. എങ്ങനെയാണ് നിനക്ക് ലോർഡ്ഷിപ്പ് ഉണ്ടാകുന്നത്? നീ ദൈവത്തിന്റെ കൂടെ നടന്നാൽ ദൈവത്തിന്റെ ലോർഡ്ഷിപ്പ് നിന്റെ മേൽ വ്യാപരിക്കാൻ തുടങ്ങും. The lordship of the Lord will begin to work through you. How they are considering you? നമ്മൾ നടക്കുമ്പോൾ ആരായിട്ടാ കാണുന്നത്? They will consider you as a prince. നമ്മൾ നടക്കുമ്പോൾ ആരായിട്ടാ കാണുന്നത്? അപ്പൊ നമ്മൾ വലിയ പുള്ളിയാന്ന് കാണിക്കാനാ വലിയ വലിയ കാര്യങ്ങൾ നമ്മൾ ചെയ്യുന്നത്. വാഹനം വായിക്കുന്നു, അല്ലെങ്കിൽ സ്റ്റൈലായിട്ട് നടക്കുന്നതല്ല നമ്മൾ വലിയ പുള്ളി അല്ലേ? അങ്ങനെ നടക്കുമ്പോഴല്ലേ റോൾസ് റോയ്സ്, പേര് തന്നെ വരുന്നില്ല, റോൾസ് റോയ്സിൽ നടന്ന നമ്മൾ വലിയ പുള്ളിയാണ്. അവിടെ കടത്തുണ്ണ പീഡിയയിലൊക്കെ നിൽക്കുന്നവനും വയലു കൊടുത്തു നിൽക്കുന്നവനും ഇങ്ങനെ കാണിക്കും. അപ്പൊ നമ്മൾ വലിയ പുള്ളിയാന്ന് അതിന്റെ അർത്ഥം. നമ്മൾ വലിയ പുള്ളിയാകുന്ന ആരാ പറയുന്നത്? മാടക്കട നിൽക്കുന്നവന് ഇങ്ങനെ കാണിക്കുമ്പോൾ നമ്മൾ വലിയ പുള്ളി അല്ലേ? അംബാനിയുടെ മുമ്പിൽ പോയിട്ട് നമ്മൾ റോൾസ് റോയ്സ് ഒക്കെ അങ്ങോട്ട് റേസ് ചെയ്ത് കേൾപ്പിക്കുക, ലംബോർഗിനി ഒക്കെ റേസ് ചെയ്ത് പുള്ളി പറ ബ്രദറെ അല്ലേ, അൻസം ബ്രദറെ അല്ലേ? യു ടെൽ മീ. നമ്മളെ പുള്ളി ഒന്ന് കാണട്ടെ, അംബാനി ഒന്ന് കാണട്ടെ, മുകേഷ് അംബാനിയുടെ മോൻ ഒന്ന് കാണട്ടെ. അവന് ചിലപ്പോ ഈ ഡുക്കാർട്ടി ബൈക്ക് കാണുമ്പോ അവരൊരു വരുമോ? ലോകത്തിൻ്റെത് കണ്ടാൽ യഥാർത്ഥ ദൈവികമായ ഒരു കുഞ്ഞ് ഇളകത്തില്ല. A true child of God will not get shaken by things of the world. സമ്പാദ്യത്തെ കുറിച്ച് നിനക്കറിയാമെങ്കിൽ ഇവിടെ കിടക്കുന്ന സാധനം എല്ലാം കണ്ടാ നീ ഇളകുമോ?
If you know the true riches your heavenly Father has, you will not be shaken by things of the world. ചില ആൾക്കാർ യൂട്യൂബിൽ അടിച്ചു how I can be a millionaire. ഹല്ലേലൂയ. ഇവിടെ 3:13 തൊട്ട് 17 വരെയുള്ള ഭാഗങ്ങളിൽ പറയുന്നത് അവസാനം പറയുന്നത് എന്താ പറയാ, നിനക്ക് നിന്റെ വലം കൈയിൽ ദീർഘായുസ്സ് ഉണ്ടായിരിക്കും. Right hand is long life. അതായത് അബ്രഹാമിനെ നിങ്ങൾ നോക്കി, എങ്ങനെയാണ് ഈ ദീർഘായുസ്സ് ഉണ്ടായത്? How did Abraham have long life? 36 അധ്യായത്തിന്റെ 3-ാം വാക്യത്തിൽ മനുഷ്യന്റെ ആയുസ്സിനെ 120 പരിമിതപ്പെടുത്തിയപ്പോൾ, in Genesis 6, man's lifespan was shortened to 120 years. ഒരുത്തൻ അതിനെ കട്ട് ചെയ്ത് മുമ്പിൽ കയറി പോവുക. Somebody is crossing that and walking ahead. ഇപ്പൊ അബ്രഹാം പറയും, ഞാൻ ചുമ്മാതൊന്നുമല്ല എന്റെ കർത്താവിന്റെ കൂടെ നടന്നത്, ഞാൻ നടക്കുമ്പോൾ മുഴുവനും ഞാനും അവനും കൂടെ സംസർഗത്തിലായിരുന്നു. അതുകൊണ്ട് അവന്റെ ജീവന്റെ സമൃദ്ധി എന്നിലേക്ക് ഒഴുകാൻ തുടങ്ങി. I didn't walk with the Lord just like that. I spoke with him, I talked with him. When you pray, when you worship, when you meditate, when you read, when you talk about him, his life, abundant life is flowing through you. Amen. Hallelujah. നീ ധ്യാനിക്കുമ്പോൾ, പ്രാർത്ഥിക്കുമ്പോൾ, ആരാധിക്കുമ്പോൾ, അവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജീവന്റെ സമൃദ്ധിയാണ് നിന്റെ മേൽ ഒഴുകുന്നത്. Hallelujah. Thank you, Jesus. Thank you, Jesus. അല്ല, നീ പട്ടുപോകുകയല്ല, ചത്തുപോകുകയല്ല. You won't die. ഏറെയായാലും 80 ചത്തുപോകാൻ. അടുത്തിരിക്കുന്ന കുത്തിയിട്ട് പറ, ചത്തുപോകാനല്ല. Tell the person next to you, don't try to die. സങ്കീർത്തനക്കാരൻ പറഞ്ഞത് മനസ്സിലായില്ലേ? 118-ാം സങ്കീർത്തനം 15-ാം വാക്യത്തിലാ പറയുന്നത്, ഡാൻസ് ആണ് ഫുൾ ടൈം അവന്റെ വീട്ടിൽ. Psalm 118:15 says, ഡാൻസ്, ഉല്ലാസത്തിന്റെ ജയത്തിന്റെ ഘോഷം നീതിമാന്റെ വീട്ടിൽ. voice of rejoicing and They salvation. speak about his life. കർത്താവ് തന്ന ജീവനെ കുറിച്ച് സംസാരിക്കുമ്പോൾ ജീവൻ ഒഴുകാൻ തുടങ്ങും. When you speak about the life God has given, life will begin to flow. അതുകൊണ്ടാവും 17-ാം വാക്യത്തിൽ പറയുന്നത്, ഞാൻ മരിക്കത്തില്ല. Verse 17 says, ഞാൻ മരിക്കത്തില്ലെന്ന്. I won't die. ഞാൻ ജീവിച്ചിരിക്കേണ്ടത് അവൻ ആവശ്യം. ഞാൻ അവനെ കുറിച്ച് വർണ്ണിക്കാൻ ഞാൻ ജീവിച്ചിരിക്കും. I must live to declare his good works. 21-ാം വാക്യം നോക്കിക്കേ. അതുകൊണ്ടാണ് പറയുന്നത്, അവൻ എനിക്ക് ഉത്തരമരുളി എന്റെ രക്ഷയായി തീർന്നിരിക്കാൻ. അവൻ 24/7 I will dance for him, I will worship him. ഞാൻ അവന് വേണ്ടി നൃത്തം ചെയ്യും. Because he's become my salvation, I will praise him, I will dance for him, I will worship him. ഹല്ലേലൂയ. Hallelujah. അത് ഓൾട്ടർ പണിതെന്ന് പറഞ്ഞ, ഓൾട്ടർ യാഗപീഠം പണിതു പോകുന്ന ആരാധനയായിരുന്നു, സംസാരം, ആരാധന. Abraham making altar was a sign of his worship. നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഈ സാധാരണ ഒരുത്തനും വിളിക്കാത്ത വിളിയാ അപ്പനെ വിളിച്ചത്. He called a name that no one called. അഡോനായി. He ആരും said വിളിച്ചിട്ടില്ല. Adonai. അന്ന് വരെ എലോഹീം എന്നോ പലത് ഏതാണ്ടൊക്കെയാ പറഞ്ഞോണ്ടിരുന്നത്. Until then people called him Elohim. നീ നിന്റെ അപ്പനെ വിളിക്കാൻ പുതിയ പേര് കണ്ടെത്തും. You will find a new name to call your father. അഡോനായി. Abraham called him Adonai. എടാ കുഞ്ഞെ, എടാ ഭർത്താവേ, നീ ആരാധിക്കുന്നവനാണെങ്കിൽ നിന്റെ ഭാര്യയും അത് തന്നെ നിന്നെ വിളിക്കും. If you are a worshipper, your wife will call you. പുള്ളിയെ ഭാര്യ വിളിക്കുന്ന എടോനായെന്നാണ്. ഞാൻ പറഞ്ഞു, സാറ അബ്രഹാമിനെ വിളിച്ച് അഡോനായി എന്നാ. അങ്ങനെ ആണെന്ന് പറഞ്ഞോടനെ പുള്ളി എന്നോട് പറയുക, പുള്ളിക്കാരത്തി വിളിക്കുന്ന എടോനായെന്നാണ്. പുള്ളിക്കാരത്തി ഇതല്ല കേട്ടോ, തെറ്റിദ്ധരിക്കരുത്. 17 വർഷം പൂർത്തീകരിച്ച് നിൽക്കുക. എടോനായെന്നാണ് വിളിക്കുന്നത്. അല്ല അഡോനായെന്ന് വിളിക്കുന്നില്ലേ? ഒന്നും വിളിച്ചില്ലേ, ഇച്ചിരി ധൈര്യം തന്നാ മതിയായിരുന്നു. നിങ്ങൾ എങ്ങനെയാണ് നിങ്ങളുടെ രക്ഷകനായ കർത്താവിനെ നിങ്ങൾ എങ്ങനെയാണ് ഗ്രീറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ് വർഷിപ്പ് ചെയ്യുന്നത്? അതിന്റെ വീട്ടിൽ നടക്കും. നിങ്ങളുടെ വീട് എങ്ങനെ ഉല്ലാസത്തിന്റെയും ജയത്തിന്റെയും ഘോഷം നിറഞ്ഞിരിക്കുന്ന ഭവനമായി തീരുന്നത്? ഹെഡ് ഓഫ് ദ ഫാമിലി, ഗ്രഹനാഥൻ എങ്ങനെയാണ് ദൈവത്തെ ആരാധിക്കുന്നത്? അതുപോലെ എനിക്ക് ഭാഗ്യമല്ല. If the head of the house worships God, that's how your house is going to be. അബ്രഹാമിന്റെ കൊച്ചിന് വല്ല കുഴപ്പം വരുമോ? Abraham's child had no problems. ചിരിച്ച് പ്രഗ്നന്റ് ആയ ഒരു സ്ത്രീയാണ് സാറ. അമ്മാക്ക് അത് പറയുമ്പോൾ ഭയങ്കര സന്തോഷമാണ്. ഒരു കാര്യമില്ല, ഇനി ചിരിച്ച് സന്തോഷത്താൽ Sarah laughed and got pregnant. ചിരിച്ചിട്ട് അവനെന്ത് പേരിട്ടു? And named him also Isaac. ഇത്ഷാക്ക്. എന്നിൽ ചിരി ഉണർത്തിയവൻ. One who made me laugh. ദൈവ പദ്ധതിയാല ചിരി ഉള്ളിൽ നിന്ന് ഉണർന്നത്. ചിരിച്ച് ഡെലിവറി നടത്തി. ലേബർ പെയിൻ ഇല്ലാത്ത ചിരിക്കുന്ന എങ്ങനെ ലേബർ പെയിൻ വരുന്നത്? കുഞ്ഞു നാട്ടു വെളി വന്നു. She laughed and delivered the baby.
പക്ഷെ അപ്പുറത്തൊരുത്തൻ നിപ്പുണ്ട് കേട്ടല്ലോ, അഡോണായി എന്ന് വിളിക്കുന്ന ഒരുത്തൻ. അവൻ ദൈവത്തോടെ കേട്ട് നടക്കുന്നവനായിരുന്നു. നിനക്ക് സുഖകരമായ പ്രസവം എങ്ങനെയാ വരുന്നത്? നിന്റെ ഭർത്താവ് ദൈവത്തെ ആരാധിക്കുന്നവൻ. നിന്റെ ഭർത്താവ് വാ തുറന്ന വൃത്തിയോട് പറയുന്നവനാണെങ്കിൽ വീട്ടിനകത്ത് എന്തോ നടക്കുന്നത്? തല്ലും വഴക്കും ബഹളവും ചീത്തയുമാണ് വീട്ടിനകത്ത് നടക്കുന്നെങ്കിൽ എന്താ സംഭവിക്കുന്നത്? ഉച്ചത്തിലുള്ള സംസാരങ്ങളും ആക്രോശങ്ങളും വഴക്കുമാണെങ്കിൽ എന്ത് ആരാധന അതിനകത്തുനിന്ന് വരുന്നത്? If the head of the house is shouting and screaming at home, what kind of worship can come out of that home? അതുകൊണ്ട് എഫേസ്യർ 5:22 തൊട്ട് വായിക്കുമ്പോൾ അവസാനം എഴുതിയിരിക്കുന്നത് ക്രിസ്തു സഭയെ എങ്ങനെയാണ് കൊണ്ടു നടക്കുന്നത്? How does Christ handle the church? സഭ എന്ന് പറയുമ്പോൾ ഹെഡ് ഓഫ് ദ ഫാമിലി, പുരുഷന്മാരുടെ തലയായിട്ടാ യേശു ഇരിക്കുന്നത്. Jesus is the head of the church, head of the husband. കണ്ടില്ലേ, അഡോണായിൽ നിന്ന് അബ്രഹാമിലേക്ക് വന്ന് അബ്രഹാമിൽ നിന്ന് സാറായിൽ നിന്ന് ഇസഹാക്കിലേക്ക് അവന്റെ ലൈഫ് 120 മേളിൽ പോത്തില്ലേ? പോകും. From Adonai to Abraham to Sarah to Isaac, his life crossed 120 years. ഇവന് അറിഞ്ഞ അറിവിനകത്ത് പറഞ്ഞു, എന്ത് വന്നാലും എന്റെ അപ്പൻ 120 ക്രോസ് ചെയ്താൽ ഞാനും അത് ക്രോസ് ചെയ്യും. So Isaac also said, my father crossed 120, I will also cross. If you want to take a decision, if my father crossed this, I will also cross this line. ഒരു വര വരച്ചിട്ടിരിക്കുകയാണ്, ഇവിടെ നീ ചാകണം. There's a line, this is where you should die, you should cross. ആ ലൈനെ ഭേദിച്ച് ഞാൻ പോകും. ഇസാക്ക് പറയും, ഞാൻ അപ്പുറത്ത് പോകും. I will cross this line. അതിനേക്കാളും കുറഞ്ഞവരാണ് അടുത്ത് വരുന്നത്. യാക്കോബ് പറയാണ്, അങ്ങനെ ക്രോസ് ചെയ്ത് പോയിട്ട് ഞാൻ അതിന്റെ അപ്പുറത്ത് ക്രോസ് ചെയ്യും. Jacob crossed even further. 145. ആരാ മോശക്കാരി ഇതിനകത്ത്? Who is lesser here? ഇടയ്ക്ക് ഒരാൾ വന്നേച്ച് ഒരൊറ്റ എഴുതു 90 സങ്കീർത്തനം 70 ഏറെ ആയപ്പോൾ നമുക്ക് എല്ലാവർക്കും അത് ഇഷ്ടമായി. In between Moses comes and writes 90 or 80, and that's what we hold on to. വലം കൈയിൽ എന്തോ വേണം? Right hand you should have long life. Proverbs 3:13 വലം കൈയിൽ എന്തോ വേണം? ദീർഘായുസ്. പറഞ്ഞേ, long life in your right hand. Your number of days will be increased if you walk along with കർത്താവിന്റെ കൂടെ നീ നടന്നാൽ നിന്റെ ദിവസങ്ങൾ വർദ്ധിക്കും. If you walk with the Lord, your days are മുമ്പോട്ട് പോകണം. Go forward. ലോത്ത് ഓടിയതുപോലെ പുറമോട്ടും ഭാര്യ തിരിഞ്ഞു നോക്കിയപോലെ അങ്ങനെ നോക്കാനൊന്നും അല്ല. Don't run back. കർത്താവിന്റെ കൂടെ ഓടിക്കേ. Run with the Lord. Hallelujah. Hallelujah. Number of days will be increased. ദിവസങ്ങൾ വർദ്ധിക്കും. കാര്യം ഇത് ഉല്ലാസത്തിന്റെ ജയത്തിന്റെ കോശമല്ലേ, വർദ്ധിക്കാതിരിക്കുന്നത് എങ്ങനെ? Voice of sound of salvation, rejoicing. Obviously your lifespan will increase. That is song of salvation. രക്ഷയുടെ കീർത്തനമല്ലേ വീട് നിറച്ച്. It's song of salvation ringing in your മലയാളത്തിലൊക്കെ house. പാട്ട് എഴുതി പറഞ്ഞ ചുമ്മാ ഓരോരുത്തരും അതിന്റെ വാക്കുകളല്ലേ, രക്ഷിതാവിനെ കാൺക സഖി. ഞാനിത് ഇട്ടു എന്നോട് പലരും പറഞ്ഞു വെച്ചു, എൻ്റെ പാസ്റ്ററിനെ ധൈര്യമുള്ളൂ ഇത് വാക്ക് മാറ്റിയൊക്കെ പറയാം. ഞാൻ പറഞ്ഞു, എനിക്ക് കോപ്പിറൈറ്റ് കർത്താവ് വേറെ തന്നിരിക്കുന്ന. ഞാനിവിടെ ഇങ്ങനെ ശ്രദ്ധിക്കുക, രക്ഷിതാവിനെ കാൺക എന്ന് പറഞ്ഞോണ്ട് ഒത്തിരി പേര് വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് നോക്കിയത്, ഇതിലോട്ട് വായിച്ചപ്പം പാ മാറി സായോ പറ, പാ മാറി സായ ആകണം. Instead of sinner, you say തൊട്ടപ്പുറത്തിരിക്കുന്ന ഭാവിയൊന്നുമല്ല, അവൻ കർത്താവിന്റെ കൂട്ടുകാരനാ. One sitting next to you is not a sinner but a friend of God. നിങ്ങൾ പറയുന്നത് ഇവനോ, ഇവന് യേശുവിനെ എതിരായിട്ട് സംസാരിക്കുന്ന അവനെ കർത്താവിന് ഭയങ്കര ഇഷ്ടമാണ്. But Jesus loves him. കാര്യം കർത്താവല്ലേ പറഞ്ഞ ശത്രുവിനെ സ്നേഹിക്കണമെന്ന്. ഇവന്റെ കർത്താവിന് ശത്രുവാണെങ്കിൽ കർത്താവ് ഉറപ്പായിട്ട് ഇവനെ അങ്ങേയറ്റം സ്നേഹിക്കും. If you are an enemy to the Lord will love you even more. നമ്മൾ പറയുന്ന മോറൽ സ്റ്റാൻഡേർഡിൽ അല്ല അവൻ ജീവിക്കുന്നത്. കർത്താവിന് അതൊന്നും വിഷയമൊന്നുമില്ല. കർത്താവ് അവനെ ഇഷ്ടപ്പെടുന്നു, സ്നേഹിക്കുന്നു, അവന് വേണ്ടി മരിച്ചതാണ്. God doesn't live on the moral standard. We think he loved him and died for him. ഞാൻ ഈ പുട്ടപർത്തിയിൽ ആൾക്കാരെ രക്ഷയിലേക്ക് കൊണ്ടുവന്നല്ല, അവിടെ ക്രിക്കറ്റ് കളിച്ചു, വീടുകളിൽ കയറി ഭക്ഷണം കഴിച്ചു ഒക്കെ രക്ഷയിലേക്ക് കൊണ്ടുവന്ന സ്വത്രം. In the village of Puttaparthi, I brought people to salvation by playing cricket. എനിക്ക് എന്ത് ഏറെ കൊണ്ടിട്ടുണ്ടെന്ന് അറിയാമോ? I used to play cricket with the children there. ഇന്ന് ഇത് എടുക്കേണ്ടതേ വന്നില്ല. അവര് എന്റെ നീളം കണ്ടിട്ട് എനിക്കിട്ട് എറിയുക. Seeing my height, they threw the ball. അത്യമായിട്ട് ഞാൻ ഏറെ ഒത്തിരി കൊണ്ടു. എങ്ങനെയും ഇവരൊക്കെ കർത്താവിനെ അറിയാൻ വേണ്ടി. Somehow they should know the Lord. പച്ചല കൊണ്ടുള്ള എന്തോ അത് ഓർത്തിട്ട് തന്നെ എനിക്ക് ഛർദ്ദിക്കാൻ വരുന്നുണ്ട്. ഉണ്ടാക്കി പാസ്റ്റർ കഴിച്ചേ ഒക്കെ. പാസ്റ്റർ അല്ല, ബാബ കഴിച്ചു. They made all kinds of food. When I think about it, I want to vomit. ചാക്കോച്ചി എന്നോട് വന്നിട്ട് അവന്
രാവിലെ ഒന്ന് വൈകിട്ട് വരിക. കാര്യം എനിക്കറിയാം അവനെ അവിടെ താമസിപ്പിച്ച അവൻ ചത്തുവെന്ന് എനിക്കറിയാം. Chakoji once came at the morning till എടുത്ത് ഒന്നും കഴിക്കാൻ പറ്റത്തില്ല. he couldn't eat anything. കാര്യം എനിക്ക് ആ സംബന്ധി കാണുമ്പോൾ ഞാൻ പറയാം മോനെ അത് കഴിക്കണ്ടെന്ന് പറയും. Looking at that chutney, I told him. നീറിനെ അരച്ച സംബന്ധി ആദ്യം എനിക്കറിയത്തില്ലായിരുന്നു. നല്ല ടേസ്റ്റ് ആയിട്ട് നോക്കിയപ്പോഴത്തോണ്ട് നീറിന്റെ കൊമ്പും കണ്ണും ഒക്കെ ഇരിപ്പുണ്ട് അതിനകത്ത്. It's a chutney made of big red ants. It was very tasty, but then I saw the two eyes of the ants popping out. നാളെ വീട്ടിൽ വാ, ഞാൻ ഉണ്ടാക്കി തരാം. കാപ്പി എന്ന് പറഞ്ഞാൽ കാപ്പിക്കുരുവിന്റെ തോടിട്ട കാപ്പി. Coffee was so bitter. കാപ്പിക്കുരു ഇട്ടാൽ തന്നെ നമുക്ക് ഇഷ്ടപ്പെടത്തില്ല ഇപ്പം. Coffee beans itself is so bitter. അപ്പൊ ആരാണ്ട് പറഞ്ഞു എനിക്ക് കാപ്പി ഭയങ്കര ഇഷ്ടമാണ്. ദൈവമേ, ഞാൻ ഒരു പിടിച്ചോണ്ട് ഒരു കുട്ടം നിറച്ചു കാപ്പിക്കുരുവിന്റെ തോടിട്ട കാപ്പി. Even the shell of the coffee beans were in that coffee. എല്ലാം കുടിച്ചു. I drank everything. ഒത്തിരി പേര് യേശുവിനെ അറിയാനിടയായി. Many came to know the ഒത്തിരി Lord. പേര് സൗഖ്യമായി. Many were healed. പക്ഷെ കർത്താവ് നിങ്ങളെ ട്രാൻസ്ഫർ ചെയ്യും. God transferred. ഈ ഫൈവ് ഫോൾഡ് മിനിസ്ട്രി ഇതിനകത്ത് എല്ലാം ഉണ്ടാകണം. എഫേസ്യർ 4 എനിക്കറിയത്തില്ല എന്താ ഈ അൻസൻ ബ്രദർ ഇവിടെ ഇരിക്കുന്നുണ്ടായിരിക്കും ഇതെല്ലാം ഇങ്ങനെ വരുന്നെന്ന് തോന്നുന്നു. ദൈവത്തിന്റെ കർത്താവിന്റെ ആത്മാവ് എന്നതൊക്കെ പറയിപ്പിക്കുന്നത്. എഫേസ്യർ 4:11. Ephesians 4:11. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കി. അതിനകത്ത് എഴുതിയിരിക്കുന്ന ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ ഇതാ ഫൈവ് ഫോൾഡ് മിനിസ്ട്രി എന്ന് പറയുന്നത് 5 തരത്തിലുള്ള ശുശ്രൂഷകളാണ് ഉള്ളത്. Apostles, prophets, evangelists, എല്ലാം നമ്മുടെ വിരലുകളാണ്. pastors and teachers. അതാണ് അപ്പോസ്റ്റൽ, തലയെടുപ്പുള്ളവൻ. പ്രോഫറ്റ്, ചൂണ്ടി പറയുന്നവൻ. നിന്നിൽ ഒരു കുറ്റം കാണുന്നുണ്ടൊക്കെ നാഥാൻ പ്രവാചകൻ പറഞ്ഞല്ലോ, ചൂണ്ടി പറഞ്ഞോട്. ഇവനാണ് സുവിശേഷകൻ. സുവിശേഷകൻ നീണ്ട് വൻകരകളിലും ചെറുകരകളിലും എല്ലായിടത്തും നീണ്ട് എന്ന് സുവിശേഷം പറഞ്ഞു. Tall person is evangelist. ഈ പുള്ളിയാണ് ബന്ധങ്ങൾ ഉറപ്പിക്കുന്നവൻ, പാസ്റ്റർ, ഇടയൻ. The ring finger represents the pastor. ഈ കൊച്ചുവിരലാണ് ടീച്ചർ, നിന്നെ ഇടിച്ച് ഉപദേശം ഇടിച്ചു കയറ്റും. The little finger is the teacher. ഇത് 5 കൂടെ ചേരുന്നതാണ് സഭ. And all 5 together is a church. നിങ്ങൾ പലയിടത്തും കണ്ടില്ലേ, അപ്പോസ്തലന്മാരിലും പ്രവാചകന്മാരുമേലുമാണ് സഭ പണിയപ്പെട്ടത്. Based on the apostles and the prophets, the church is built. ചർച്ച് എന്ന് പറയുന്നത് ചർച്ചിനെ തകർക്കാൻ ആർക്കും ഒക്കത്തില്ല. No one can. The fist is a church. Nothing can stop the church. നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം, ഈ 4 എണ്ണത്തിനെയും കൂടെ പിടിച്ചു നിർത്തുന്ന ഈ അപ്പോസ്തലല്ല. The apostle brings all these 4 people together. അപ്പോൾ അപ്പോസ്തോലികമായിരിക്കുന്ന ഒരു അഭിഷേകം ഒരു സഭയ്ക്കകത്ത് ഉണ്ടായിരിക്കും. We need to have an apostolic anointing on the church. അതാണ് എല്ലാത്തിനെയും കൂടെ ചേർത്ത് പിടിക്കുന്നത്. That holds everyone else together. ഹല്ലേലൂയ. തന്നെ ഞാൻ ഇവാഞ്ചലിസ്റ്റ് ആണെന്ന് പറഞ്ഞ് തന്നെ നിൽക്കാൻ ഒക്കത്തില്ല. You can't be alone as an evangelist. ഹല്ലേലൂയ. ഞാൻ ഇങ്ങനെ പാസ്റ്റർ ആണെന്ന് പറഞ്ഞ് തന്നെ നിൽക്കാൻ ഒക്കത്തില്ല. I can't be alone as a pastor. ഞാൻ ടീച്ചർ ആണെന്ന് പറഞ്ഞ് എനിക്ക് ടീച്ചിങ് മിനിസ്ട്രി ആണെന്ന് പറഞ്ഞ് ഒരു സൈഡിൽ കൂടെ അങ്ങ് പോവാ. I can't do alone my teaching ministry. ആർക്കും കീഴ്പ്പെടത്തില്ല. ഇതുവഴിയൊക്കെ അങ്ങ് പോവാ. Without submission. Submission ഇല്ല. അങ്ങനെ തന്നെ പോയാലും നമുക്ക് ഒന്നും പറ്റത്തില്ല. ഇതാണ് this is what is church. This is church standing together. അങ്ങനെ ആകണം. ഇന്ന് ഇവിടെ ഇരിക്കുന്ന എല്ലാവരെയും നോക്കി ഞാൻ പറയുകയാണ്, ഞാൻ സ്ത്രീയാണ്, സ്ത്രീ അബലയാണ്, ചബലയാണെന്ന് പറഞ്ഞ് വാ നിറച്ച് വൃത്തിയുടെ പറഞ്ഞുകൊണ്ടിരിക്കരുത്. Don't think that I'm a woman, I'm weak. നീ ദൈവത്തിന്റെ കുഞ്ഞാ. You are a child of God. സ്ത്രീയും പുരുഷനൊന്നും പുതിയ നിയമസഭയ്ക്കകത്തില്ല. എല്ലാം നല്ല ആരോഗ്യമുള്ളവരാ. All are strong in the New Testament church. വേണ്ടാതീനം പറയാതിരിക്കാൻ ആദ്യം പഠിക്കണം. വാ തുറന്ന്. First of all, we shouldn't speak unnecessary things. കരയല്ല ചെയ്യേണ്ടത്, കർത്താവിന്റെ കൂടെ നടക്കുക. Walk with the Lord. കരയാനാ പെട്ടെന്ന് തോന്നുന്നത്. സ്ത്രീകളാകുമ്പോ പെട്ടെന്ന് കരച്ചില് സ്വിച്ചിട്ടാ മതി, ഉടനെ കരച്ചിലങ്ങ് വരും. ഞാൻ എങ്ങനെ ജീവിക്കും? How do I live? I'm weak. എന്റെ അടുക്ക വാ, ഞാൻ എങ്ങനെ ജീവിച്ചെന്ന് കാണിച്ചു തരാം. I will tell you how I live. എങ്ങനെ ജീവിക്കുന്നല്ലേ പറയുന്നത്? കർത്താവ് ഉള്ളതോട് ഞാൻ ജീവിക്കും. Because the Lord is with me, I will live. ഞാൻ എന്റെ കർത്താവിനോട് നടക്കുന്നതോട് ഞാൻ നല്ല പേഷ ജീവിക്കും. I will live well with the Lord. ആരുടെ മുമ്പിൽ തല കുനിക്കാതെ ജീവിക്കും. I will live without bowing my head to ആരോടൊന്നും anyone. ചോദിക്കാതെ ജീവിക്കും. Without asking anyone. ആരെയും ഒന്നും കണ്ടിട്ടല്ല, അല്ലാതെ ജീവിക്കും. I don't see someone else's wealth and live. അങ്ങനെ ജീവിക്കുന്ന എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അബ്രഹാം അങ്ങനെ കാണിച്ചു തന്നത്. Because that's what Abraham showed. അബ്രഹാമിന്റെ വാഗ്ദത്തം ക്രിസ്തുയേശുവിൽ കൂടി നിന്റെ മേൽ വന്നു, എന്റെ മേലും വന്നതാ. The promise came through Abraham to me and you. അപ്പൊ എങ്ങനെയാണ് അവൻ ബഹുസമ്പന്നന്? അതുപോലെ How he became greatly rich. കൽവേരുടെ ഊരിൽ നിന്ന് ഇറങ്ങുമ്പോൾ അബ്രഹാമിന്റെ എന്തോ ഉണ്ട്? What did Abraham have when കന്നാലിയുണ്ടോ? കന്നാലിയുണ്ടോ?
He didn't have cattle when he started. സ്വർണ്ണമുണ്ട്, ഒന്നുമില്ല. Gold, silver, nothing. ഒന്നുമില്ല. He didn't have anything. പക്ഷെ കണ്ടില്ലേ 12-ാം അധ്യായത്തിലെ വാഗ്ദത്തം കേട്ട് 13-ാം അധ്യായത്തിന്റെ 2-ാമത്തെ വാക്യത്തിൽ വരുമ്പോൾ ബഹുസമ്പന്നനായി. Hearing the promise in 12th chapter and 13th chapter, How he becomes greatly rich. അവൻ എങ്ങനാ വർദ്ധിച്ചത്? How did he prosper? He was walking with the Lord. കർത്താവിന്റെ കൂടെ നടക്കുക. Because he walked with the Lord. ഞാൻ പറയുന്നത് കർത്താവിന്റെ കൂടെ നടന്നാൽ മണലിൽ പോലെ മണലാരണ്യത്തിൽ കൂടെ നടക്കുമ്പോൾ സ്വർണ്ണം എവിടെ ഇരിക്കും? When you are walking through the desert, where is the gold? കർത്താവിനോട് നടക്കുമ്പോൾ കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോകുന്നുണ്ട്, ഇത് തട്ടിയിടുന്നെല്ലാം സ്വർണ്ണമായിട്ട് പോകും. But when you walk with the Lord, whatever your feet touches becomes gold. No tension for Abraham. കൃത്യമായിട്ട് ഈ സപ്ലൈ ചെയ്യുന്നവനും അറിയാം ഞാനാ കൊടുക്കുന്നതെന്ന്. കറക്റ്റ് എൻ്റെ ബില്ല് വരും. If somebody comes with me to the bhaji shop, none of you have any problem. I always pay the bill. അങ്ങനല്ല, എന്നാലും സപ്ലൈ ചെയ്യുന്നവനും അറിയാം, എന്നെ കാണുമ്പോൾ അറിയാം ഇങ്ങേറ്റ ഇരിപ്പുണ്ടെന്ന്. Even the supplier knows that നമ്മൾ the bill should be given to me. കർത്താവേ ഇപ്പോൾ ബാങ്കിലോട്ട് വീഴണേ. And I will be praying, Lord, send money to my account. വളരെ വളരെ കൃത്യമായിട്ട് തന്നെ കർത്താവ് ചെയ്യും. And the Lord correctly does it. അബ്രഹാം സമ്പന്നൻ, ബഹുസമ്പന്നൻ. He was greatly rich. നോർമൽ റിച്ച്നെസ് അല്ല, എക്സ്ട്രാ ഓർഡിനറി സൂപ്പർ നാച്ചുറലായി അവൻ സമ്പന്നനായി തീരും. Abraham was supernaturally rich. അതുകൊണ്ടാണ് ഞാൻ അടുത്ത വാക്യം വായിച്ചത്, കണ്ടാൽ അറിയാം ഇവൻ പ്രഭുവാണ്. And he looked like a prince. അതിനുവേണ്ടി പ്രത്യേകം നമ്മൾ പെർഫ്യൂം ഒന്നും അടിക്കണോ? അതുവഴി പോകുന്നുണ്ടെ അവർക്ക് ഇവൻ പ്രഭുവാണ്, അങ്ങനെയാണോ? ഇല്ല. He didn't have to wear special perfume for that. എന്തെങ്കിലും പ്രത്യേകമായ വസ്ത്രം വല്ലതും ധരിക്കണം, ഇങ്ങനെ നീളം. No special എല്ലാവരും ആ clothes. നാട്ടിലെല്ലാവരും നീളം കുപ്പായിടും. കാര്യം സ്ത്രീകളെല്ലാം ഇത് മറച്ചു വെക്കുന്നതിന്റെ കാര്യം എന്തോ? സ്ത്രീകൾ ഇത് കവർ ചെയ്യുന്നതിന്റെ കാര്യം എന്തോ? സ്ത്രീകൾ തല കവർ ചെയ്യുന്നതിന്റെ കാര്യം ഈ മണൽ കാറ്റ് അടിക്കുന്നത് ചെവിക്കത്തൊക്കെ കയറും. The women covered their face because in the desert, ആണുങ്ങളാണെങ്കിൽ അതെല്ലാം കവർ ചെയ്ത് നടക്കുന്നതിന്റെ കാര്യം they cover because of the desert wind and the dust that നമ്മളത് enters. മതമാക്കി അല്ലേ? We turned it into a ഇസ്ലാം religion. മതത്തിലും ക്രിസ്തു മതത്തിലും ഒക്കെ അതങ്ങനെ ആക്കി. We made it mandatory in Islam and Christian പക്ഷെ religion. അതുകൊണ്ടൊന്നുമല്ല, കണ്ടാൽ അറിയാം, അവന്റെ ആ മുഖത്തേക്ക് നോക്കിയാൽ അറിയാം അവന്റെ ആഢ്യത്വം. Looking at Abraham, people knew how ഞാൻ പറഞ്ഞ് affluent he അവസാനിപ്പിക്കട്ടെ. was. റോമർ 8:28. Romans 8:28. ഇവിടെ എഴുതിയിരിക്കുന്ന വാക്കോടൊന്ന് ശ്രദ്ധിച്ചു പോകാം. കുറെ ഞാൻ മറ്റു ഭാഗങ്ങളിലേക്ക് കയറിപ്പോയി, എങ്കിലും അവിടെ എഴുതിയിരിക്കുന്ന വാക്യ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, Those who love God, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെടുന്നവർക്ക് തന്നെ സകലവും നന്മയ്ക്കായി കൂടി. ദൈവത്തെ, നമ്മുടെ ദൈവത്തെ സ്നേഹിച്ച, if you love God, അർത്ഥം നിനക്ക് മനസ്സിലായോ? ഡു യു നോ ഹൂ ഹി ഈസ്? അവൻ ആരാണെന്ന് പിടികിട്ടിയോ? അങ്ങനെയാണ് എല്ലാം വർദ്ധിക്കും. if you know who he is, everything will increase. പക്ഷെ അങ്ങനെയാണെങ്കിൽ ദൈവം 1 കൊരിന്ത്യർ 2:29 എഴുതിയിരിക്കുന്നത്, ദൈവം നമ്മളെ സ്നേഹിക്കുന്നത് കൊണ്ട്, because God loves us, ഒരുക്കി വെച്ചിരിക്കുന്നത് what he is ഒരു കണ്ണ് prepared, കണ്ടിട്ടില്ല, no eye has seen. നിങ്ങൾ നോക്കിയേ, അങ്ങോട്ടും ഉണ്ട് ഇങ്ങോട്ടും ഉണ്ട്. കൊടുത്ത കൊല്ലത്തും കിട്ടുമെന്ന് പറഞ്ഞില്ലേ? It's both ways. കർത്താവിനെ സ്നേഹിക്കുകയാണെങ്കിൽ, if you love the Lord, അവനെ സ്നേഹിക്കുന്നവർക്ക് ഒരുക്കി വെച്ചിരിക്കുന്നത് ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരുത്തന്റെ ഉള്ളത്തിൽ തോന്നാത്ത തരത്തിലുള്ള വർധനമുണ്ടാകും. no eye has seen, no ear has heard, no mind is conceived. ഹല്ലേലൂയ, hallelujah. എന്ന് പറഞ്ഞാൽ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള ഒരു ബന്ധമായിരുന്നു. Which means it's അതിനകത്താണ് ആരാധന എന്ന് പറയുന്ന കാര്യത്തിന്റെ ശക്തി ഇരിക്കുന്നത്. it's a relationship, and that's When where you worship worship him, is. you are literally opening. എന്തൊക്കെയാ ബന്ധനത്തിൽ ബന്ധിച്ചു വെച്ചിരിക്കുന്ന, ലോക്ക് ചെയ്ത് വെച്ച്, you are unlocking it. That is being unfolded. തുറന്നു വരികയല്ല. Through worship, whatever is locked is unfolded. മനസ്സിലാകുന്നുണ്ടോ? Do you understand? അതുകൊണ്ട് അതാത് ഇടങ്ങളിൽ എഴുന്നേറ്റ് നിന്ന് Let's rise up this